سمعت محمد بن حامد وقد ذكر قول رسول الله അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ ഹാമിദ് എന്നവർ ഉദ്ധരിച്ചെനിക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ നബി തങ്ങളുടെ ഹദീസ്? കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ അന അവ്വലുഹും വഈസാ ആഖിറുഹും. കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിനെ സംബന്ധിച്ച് എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത്? അന അവ്വലുഹും, ഞാൻ അവരിലെ ആദ്യത്തെ ആളും, വഈസാ ആഖിറുഹും, ഈസാ നബി അലൈഹിസ്സലാം അവരിലെ അവസാനത്തെ ആളുമാണെങ്കിൽ പിന്നെ എന്തിന് ഒരു ഉമ്മത്ത്? ഈ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത്, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവ്വലാരാണ്? മുഹമ്മദ് നബി തങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവസാനം വരുന്നത് ആരാ? ഈസാ നബി അലൈഹിസ്സലാം. ആദ്യം നബിയും അവസാനം ഈസാ നബിയും വരുന്ന ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിന് എന്ത് പ്രയാസം വരാനാണ്? അവർ എന്ത് പ്രയാസം വന്നാലും അതിനെ അവർ അതിജയിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ആശ്വസിക്കേണ്ട ഒരു ഹദീസാണ്. എന്തൊക്കെ രാഷ്ട്രീയമായ ചലനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്നാലും, എന്തൊക്കെ തരത്തിൽ നമുക്ക് നിരാശപ്പെടുത്തുന്ന വാർത്തകൾ, പേടിപ്പെടുത്തുന്നത് ഇബ്ലീസിൻ്റെ പണിയാണത്. പേടിപ്പിക്കുക, വെറുതെ പേടിപ്പിക്കുക. മുമ്പ് കാലങ്ങളിലൊക്കെ കലാപങ്ങളും അല്ലെങ്കിൽ അതിക്രമങ്ങളുമൊക്കെ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്, അതാരും അറിയില്ല. ഇന്ന് പക്ഷേ ഒരു കോർണറിൽ നടന്നാൽ അത് വലിയ ചർച്ചയാണ്, എല്ലാവരുടെ മുമ്പിലേക്ക് ഇതെത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഭീതി വരും. പുണ്യനബി നിങ്ങൾ പറയാ, ഞാൻ ആദ്യവും ഈസാ നബി അലൈഹിസ്സലാം അവസാനവും നിൽക്കുന്ന ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിനെ ഞാൻ എന്തിനു പേടിക്കാനാണ്? കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ അന അവ്വലുഹും വഈസാ ആഖിറുഹും. ഞാൻ ആദ്യവും ഈസാ നബി അലൈഹിസ്സലാം അവസാനവും വരുന്ന ഒരു ഉമ്മത്തിന് എന്തിന് പേടിക്കാനുണ്ട് എന്ന ഹദീസ് മഹാനായ മുഹമ്മദ് ബിൻ ഹാമിദ് എന്നവർ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞു, ഇന്ന ഈസാ യൻസിലു സലാസ മർറാത്ത്. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ, 3 തവണ മഹാനവറുകൾ ഇറങ്ങുമെന്ന് മുഹമ്മദ് ബിൻ ഹാമിദ് എന്നവർ ഈ ഹദീസ് പറഞ്ഞ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യദ്ഹറു ഫി അവ്വലി മർറത്തിൻ ലിൽ ഔലിയാ. ആദ്യ തവണ ഈസാ നബി ഇറങ്ങുന്നത് ഔലിയാക്കൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഔലിയാക്കന്മാർ കാണും മഹാനവറുകളെ. രണ്ടാമത്തെ വരവുണ്ട്. ആ വരവിൽ ഔലിയാക്കളുടെ ഗ്രേഡിൽ നേരെ താഴെയുള്ള സ്വാലിഹീങ്ങൾക്ക് കാണാൻ പറ്റും. യൻസിലു ബിബൈത്തിൽ മഖ്ദിസ് ഫയറാഹുൽ ഖാസ് വൽ ആം. ഈസാ നബി ഇറങ്ങി വന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ജെറൂസലേമിൽ താമസിക്കുന്ന ഒരു കാലമുണ്ട്. ഇറങ്ങുന്നത് ഡമസ്കസിലാണ്, പക്ഷേ ഈസാ നബി താമസിക്കുക ജെറൂസലേമിലായിരിക്കും. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന സ്ഥലം ജെറൂസലേം, അൽ ഖുദ്സ്, ഇന്നത്തെ ഫലസ്തീനിൽ, അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് മഹാനവറുകളുടെ താമസസ്ഥാനം ബൈത്തുൽ മുഖദ്ദസായി മാറുന്ന അവസാനത്തെ വരവുണ്ട്. ആ വരവിലാണ് എല്ലാവരും കാണുക, സാധാരണക്കാരും അല്ലാത്തവരൊക്കെ കാണുന്നത് ആ 3ാമത്തെ വരവിലാണ്. അതിൻ്റെ മുമ്പ് 2 വരവുണ്ട്. അങ്ങനെ ഒരു വരവിൽ അബുൽ ഖൈറിനെ പോലെ ഒരു സ്വാലിഹായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ ഈസാ നബിയെ കണ്ടിരിക്കാൻ എന്ത് തടസ്സമാണുള്ളത് എന്ന് ഈ ഷെയ്ഖ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര, മഹാനായ ഇബ്നു ഷഫഖ്, അബൂബക്കർ ഇബ്നു ഷഫഖ്, അദ്ദേഹത്തിന് ഭയങ്കരമായ സങ്കടം തോന്നി. പടച്ചോനെ, ഒരു മഹാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിപ്പോയല്ലോ, അങ്ങനെ ഉണ്ടാവോ എന്ന് ഞാൻ ചിന്തിച്ചു പോയില്ലേ? ആരെ പറ്റിയാണ് ചിന്തിച്ചത്? അബുൽ ഖൈർ എന്ന മഹാനെ സംബന്ധിച്ച്. മൂപ്പര് ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അത് സാധാരണ ഇനിയിപ്പോൾ ഈ വാത് ഞാനും കേൾക്കുകയാണെങ്കിൽ അവരും പറയും, ഇതാ പുതിയ കഥ വന്നു കേട്ടോ, ഉദവിത പറയുന്നു ഈസാ നബി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ കേട്ടിട്ട് പറഞ്ഞാൽ മതി, അതേ ആദ്യം പറഞ്ഞു തരുന്നത്. 3 തവണ ഇറങ്ങുമെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അഹ്മദ് ബിൻ ഹാമിദ് എന്നവരാണ് ഈ ഹദീസിനെ ശറഹ് ചെയ്തത്. 3 തവണ വരുന്നുണ്ട്. ആദ്യത്തെ 2 വരവുകൾ ഔലിയാഇനും സ്വാലിഹീങ്ങൾക്കുമാണ്. 3ാമത്തെ വരവാണ് ബൈത്തുൽ മുഖദ്ദസിൽ താമസമാക്കുന്ന വരവ്, ഡമസ്കസിൽ ഇറങ്ങുന്ന വരവ്. ആ വരവ് മഹ്ദി ഇമാമിൻ്റെ വരവിൻ്റെ ശേഷമാണ്. അപ്പോഴായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അറിയുക. അല്ലാത്തവർ മഹാനവറുകളെ കണ്ടുപോയി കാണും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനവറുകളുടെ ഒരു അവതരണം കഴിഞ്ഞു. 2ാമത്തേത് സംഭവിച്ചോ നമുക്കറിയില്ല. സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ള അവതരണം കഴിഞ്ഞോ എന്നറിയില്ല. അബുൽ ഖൈർ എന്നവർ സ്വാലിഹിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും സംശയമുണ്ടായ മഹാന് ഭയങ്കര വിഷമായി. പടച്ചോനെ, മോശമായില്ലേ, ഞാൻ മൂപ്പരെ പറ്റി അത് ശരിയായില്ല എന്നല്ലേ പറഞ്ഞത്, ആ കാര്യം
നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരോട് സൂചിപ്പിക്കുകയാണ്, ഒന്നുമില്ല, ഇൽമും അറിവൊന്നും നമ്മൾ ഉസ്താദുമാരുടെ അടുത്ത് ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അറിവുള്ള ആളുകൾ അവരുടെ ഉദ്ധരണികൾ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാതെ സ്വീകരിക്കലേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. നമുക്കതിൻ്റെ നിജസ്ഥിതിയെ തിരുത്തി പറയാൻ യോഗ്യതയില്ലെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത്. പല ആളുകളും അങ്ങനെ ക്ലിപ്പുണ്ടാക്കി വിടൽ, അവർക്ക് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് കിട്ടലായിരിക്കും വലിയ ആവശ്യം. അതിൽ പല പണ്ഡിതന്മാരെയും മികിട്ട് കയറും. ഞാൻ പറയുന്നുണ്ട്, ഒരു ഈജിപ്തിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മഹാനായ മുത്തവല്ലി ഷഅറാവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹുവിൻ്റെ വലിയൊരു ആബിദായ അഹ്ലുസുന്നയുടെ ആലിമും വലിയ ഖുർആൻ പണ്ഡിതനുമാണ് മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇപ്പോൾ അടുത്ത കാലത്ത് 2000 മരിച്ചു പോയത് വലിയ ആലിമാണ്. മഹാനവറുകളുടെ ദർസുകൾ ടി വിയിൽ ഇപ്പോഴും വരും. ദുബൈ, അബുദാബി റേഡിയോകളിൽ എപ്പോഴും രാവിലെ ഒരു അരമണിക്കൂർ ഉണ്ടാവും. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവിയുടെ ഖവാത്തിർ എന്ന് പറഞ്ഞ പരിപാടി, തഫ്സീറുണ്ട്, അദ്ദേഹത്തിൻ്റെ തഫ്സീറുണ്ട്. അതിൻ്റെ ഓഡിയോ ഇപ്പോഴും റേഡിയോകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഗൾഫിലൊക്കെ ഭയങ്കരമായൊരു സാത്വികനായ ആലിമ. ആ പണ്ഡിതനെ ഒരു ചെറുപ്പക്കാരൻ നിരൂപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരൽപ്പം സലഫിസം തലയിൽ കയറിയതാണ്. എന്നിട്ട് എന്താ നിരൂപിക്കുന്നത്? ആയിരക്കണക്കിന് ഇൽമുകൾ സമൂഹത്തിന് പറഞ്ഞുകൊടുത്ത അല്ലാമ മുത്തവല്ലി ഷഅറാവി തങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ, ഖബറിൻ്റെ മുകളിൽ തന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ, ബന്ധുക്കള്, മക്കള്, അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാര് തനിക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ, ഇത് അയാൾ അറിയുന്നുവെന്നും അവരുടെ കാലൊച്ചകൾ വരെ ഖബറിൽ ആൾക്ക് കേൾക്കാൻ കഴിയുമെന്നും സലാം പറഞ്ഞാൽ സാധാരണക്കാരനായൊരു മുഅ്മിന് പോലും ഖബറിൽ നിന്ന് സലാം അടക്കുമെന്നും മഹാനായ മുത്തവല്ലി ഷഅറാവി തങ്ങൾ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചങ്ങായിക്ക് അത് പിടിക്കണില്ല. ഇപ്പം എന്താ പറയണമെന്നറിയോ? മുത്തവല്ലി ഷഅറാവി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഖബറിൽ കിടക്കുന്ന ആൾ കേൾക്കുന്നു പറഞ്ഞത് മാത്രം എനിക്ക് വിശ്വസിക്കുന്നില്ല. അത് ശരിയല്ല, മൂപ്പർക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിക്കുക, പൊന്നാര ചങ്ങായി, നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് വിചാരിച്ചാൽ തീരൂല ഈ വിഷയം? ഇത്ര വലിയൊരു ആലിം ഇതൊക്കെ പറഞ്ഞിരുമ്പോഴേ നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് ചിന്തിച്ചാൽ പോരെ ഇവിടെ? അപ്പം എന്താ പറയണത്? അത് മുത്തവല്ലി ഷഅറാവിക്ക് തെറ്റുപറ്റിയതാണ്, മൂപ്പർക്ക് ആ പറഞ്ഞത് തെറ്റുപറ്റിയതാണ്, ബാക്കിയൊക്കെ ശരിയാണ്. ഇതാണ് കാലഘട്ടം. ആ ബോധം തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലമാണ്. നിരൂപണങ്ങൾ വഴിവിട്ടു പോകുന്ന കാലമാണ്. അപ്പോൾ അതിൽ നല്ലതും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സജ്ജനങ്ങളായ ആളുകളുടെ, സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങളെ നിഷേധിക്കാൻ പാടില്ല. അത് ഖുർആനും ഹദീസായതുകൊണ്ടല്ല. നിഷേധിക്കേണ്ട, നിനക്ക് വേണമെങ്കിൽ നീ പിന്നെ വിശ്വസിക്കാതിരുന്നോ, പക്ഷേ നിഷേധിക്കരുത്. അത് തെറ്റാണെന്നോ അത് ഇല്ലെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ആധികാരികമായ സംഭവങ്ങളെ തീർച്ചയായും. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു ഷഫഖ് ബഹുമാനപ്പെട്ടവർ പറയാണ്, എനിക്ക് ഭയങ്കര നാണം തോന്നി. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയും എടുത്ത് തർസൂസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടൊരു കുതിരയെ ഒരുക്കി അദ്ദേഹം വന്നു നിൽക്കുന്നു. അപ്പോൾ ചോദിച്ചു, അബൂബക്കർ ഇബ്നു ഷഫഖ് എവിടേക്കാ പോകുന്നത്? പറഞ്ഞു, ഞാൻ പോകുന്നത് അബുൽ ഖൈർ തങ്ങളെ കാണാൻ വേണ്ടി പോവാ. അല്ലാ, 1 മാസത്തെ യാത്രയുണ്ട് അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ എന്തിനു പോകുന്നു? ഒന്നുമില്ല, ഞാൻ അദ്ദേഹത്തോടൊന്ന് പൊരുത്തപ്പെടിക്കട്ടെ. എന്താ പൊരുത്തപ്പെടിക്കാനുള്ളത്? ഈസാ നബി അലൈഹിസ്സലാമുമായി അദ്ദേഹം കണ്ടുമുട്ടി എന്ന് പറയുന്ന വാർത്ത ശരിയല്ല എന്ന് തെറ്റിദ്ധരിച്ചത് ആ മഹാനോട് പോയി പൊരുത്തപ്പെടിക്കാനാണ്. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് അന്ന് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയാനായി പോകുന്നത്. അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പോണോ? ഇജ്ലിസ് ഇലൽ ഗദ്, നാളെ പോയാൽ പോരെ, ഇപ്പം തന്നെ പോന്നോ, നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇന്നി അഖാഫു വല്ലാഹിൽ മൗത്ത്, നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാനങ്ങ് മരിച്ചു പോയാൽ അബുൽ ഖൈർ തങ്ങളോട് ചെന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ മരിച്ചു പോയാലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തന്നെ പുറപ്പെടുകയാണ്. അദ്ദേഹം രാത്രിക്ക് രാത്രി പുറപ്പെട്ടു. 1 മാസത്തെ ദൈർഘ്യമുണ്ട് യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മിനിമം 1500 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോഴേ 1 മാസത്തെ ദൈർഘ്യം വരിക. 1500 കിലോമീറ്റർ യാത്ര ചെയ്യണം. അബുൽ ഖൈർ തങ്ങളെ കണ്ടു, എന്നിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഈ മഹാന്റെ അടുത്ത് വന്നിട്ട് അബുൽ ഖൈർ എന്നവരെ കണ്ടുമുട്ടിയ കഥ പറയാണ് അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പറഞ്ഞെന്നറിയോ? മഹാനവറുകളെ, അബുൽ ഖൈർ തങ്ങളെ ഞാൻ കാണാൻ പോയത് ഈസാ നബിനെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം അതിലെ എൻ്റെ പിഴവ് തിരുത്താനാണ്. അതിലും വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഇപ്പം തിരിച്ചു വരുന്നത്. ചിന്തിച്ചു, അതെന്തേന്ന് ചോദിച്ചു.
നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയതാണ്. അപ്പം ഞാനും ബാക്കിൽ നിസ്കരിച്ചു. മിഹ്റാബിൽ തന്നെ മഹാനായ അബുൽ ഖൈർ തങ്ങൾ ഇരുന്നു. ഞാൻ ഏതോ നാട്ടുകാരനാണ്, ഞാനവിടെ ഇരുന്നു, നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പള്ളിയുടെ വാതിലിക്കൽ ഞാൻ വന്നു നിന്നു. മഹാനവറുകൾ പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കാൻ ഞാൻ വാതിക്കൽ നിൽക്കുമ്പോൾ എന്നെ കണ്ടപ്പോഴേ, ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞ് ഈ മഹാൻ അബുൽ ഖൈർ തങ്ങൾ എന്നെ കണ്ടപ്പോഴേ എൻ്റെ പേര് വിളിച്ചു. യാ അബൂബക്കർ ഇർജി ഫഖദ് ജഅൽനാക ഫീ ഹിൽ. നിങ്ങൾ തിരിച്ചു പോയിക്കോളി അബൂബക്കർ, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്. യാ അല്ലാഹ്, ഞാൻ എൻ്റെ വിഷയം പറഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ ഖൽബിലേക്ക് നോക്കിയിട്ട് അബുൽ ഖൈർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടിക്കാമെന്നതല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അത്ഭുതം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് അബുൽ ഖൈർ തങ്ങളെ സംബന്ധിച്ച് മഹാനായ അബൂബക്കർ ഇബ്നു ശഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇത് പറയുന്നത് സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില കറാമത്തുകളാണ്, സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില മഹാ അത്ഭുതങ്ങളാണ്. അള്ളാഹു സജ്ജനങ്ങളുടെ ജീവിതം, അവരുടെ മാർഗം, അവരുടെ തർബിയത്ത്, അവരിൽ നിന്ന് ലഭിക്കേണ്ട തസ്കിയത്ത്, അതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് നന്മയുണ്ടെന്ന് അള്ളാഹു അറിഞ്ഞാൽ, നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നന്മയുള്ള ഒരു നല്ല മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും. നന്മയുള്ള ഒരു നല്ല മഹാനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ അവസരം ഉണ്ടാകും. സഹോദരിമാരെ, നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ ഒരു സ്വാലിഹത്തായ ഒരു നല്ല പെണ്ണിനെ, ഒരു നല്ല ഉമ്മയെ, ഒരു നല്ല മഹദിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടാകും. ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിഷയമാണ്. അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്. സ്വലാഹ്, നന്മയുണ്ടാകുന്നത്, സ്വാലിഹായി മാറുന്നതിന് അല്ലാഹു തആല ഒരുപക്ഷെ ഒരൊറ്റ രാത്രിയായിരിക്കും സമയം വെച്ചിട്ടുണ്ടാവുക. ഒരൊറ്റ രാത്രിയിൽ ഒരു മനുഷ്യൻ അടിമുടി മാറാനിടയുണ്ട്. കുറേ കൊല്ലങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാൾക്ക് സ്വാലിഹായി മാറാൻ പറ്റും. അങ്ങനെ സാധ്യമാണോ? അതെ. എന്താ തെളിവ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഹദീസ്. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ, ഇബ്നു മാജ തങ്ങൾ അവരുടെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്. മഹ്ദി എന്ന് പറയുന്ന ഇമാം മഹ്ദി നമ്മൾ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, നബി തങ്ങളുടെ കുടുംബക്കാരാണ്, തങ്ങൾമാരിൽപ്പെട്ട ആളാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദി തങ്ങളായിരിക്കും. പക്ഷെ വരുന്നത് യമനെന്നോ കേരളത്തെന്നോ സൗദി അറേബ്യയെന്നോ ഹാഷിമിയ ഭരണമുള്ള ജോർഡാനെന്നോ അല്ല. ഇമാം മഹ്ദി വരുന്നത് ഒന്നുകിൽ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ജോർജിയ, ഈ ഭാഗങ്ങളിൽ എവിടെ നിന്നെങ്കിലുമായിരിക്കും വരിക. മാവറ അന്നഹർ എന്നാണ് പറഞ്ഞത്. ആ പ്രദേശങ്ങളിൽ നിന്ന് അവർ, അറബി സംസാരിക്കാത്ത ആളായിരിക്കും, പക്ഷെ അറബി സംസാരിക്കും. മാതൃഭാഷ അറബിയല്ല. ഇമാം ബുഖാരി തങ്ങളെ പോലെ. ബുഖാരി ഇമാം ആ ഭാഗത്താണ്, താഷ്കൻഡാണ്. ബുഖാരി ഇമാമിൻ്റെ നാടിൻ്റെ തലസ്ഥാനം ഇപ്പോൾ താഷ്കൻഡാണ്, സമർക്കന്ത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പോയ ആൾക്കാരുണ്ടായിരിക്കും. മാവറ അന്നഹർ രാജ്യങ്ങളാണതൊക്കെ. അവിടെ നിന്ന് വരുന്ന ഒരു സംഘത്തിലാണ് ഇമാം മഹ്ദി വരികയെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ റഅയ്തുമുർ റായാതിസ് സൂദ് മിൻ ഖിബലി ഖുറാസാൻ ഫഖ്ബലൂഹും ഫഇന്ന ഫീഹിമുൽ മഹ്ദി. കറുത്ത കൊടി പിടിച്ച് ഖുറാസാനിൻ്റെ ഭാഗത്ത് നിന്ന്, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൻ്റെ മുകളിലുള്ള രാജ്യങ്ങളാണ്. അങ്ങ് റഷ്യ, അങ്ങ് സോവിയറ്റ് യൂണിയൻ്റെ പഴയ കാലത്തെ സോവിയറ്റ് റഷ്യയുടെ ഭാഗങ്ങൾ, ഇറാനിൻ്റെ ബാക്കിലുള്ള രാജ്യങ്ങൾ, അത് അഫ്ഗാൻ പെട്ടു, ഉസ്ബെക്കിസ്ഥാൻ പെട്ടു, താജിക്കിസ്ഥാൻ പെട്ടു, ഖസാക്കിസ്ഥാൻ പെട്ടു. ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും, തത്താരിസ്ഥാൻ അടക്കം, അവിടെ നിന്ന് കറുത്ത കൊടി പിടിച്ച ഒരു സംഘത്തിന് നേതൃത്വം നൽകി ഒരു മഹാൻ വരുന്നുണ്ട്. ആ സംഘത്തെ നിങ്ങൾ സ്വീകരിക്കണം, അവരിൽ എൻ്റെ പേരക്കുട്ടിയായ ഇമാം മഹ്ദി ഉണ്ടാകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഒരു രാത്രിയിലാണ് അല്ലാഹു അവർക്ക് സ്വലാഹ് നൽകുന്നത്, അല്ലാഹു മഹാനവറുകളെ നന്നാക്കിയെടുക്കുന്നത് എന്ന് പറയാൻ വയ്യ. കാരണം അവർ നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ സ്വാഭാവികമായും ഒരു മനുഷ്യനുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ഇമാം മഹ്ദിയിൽ നിന്ന്, കാരണം അവരുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. നബി തങ്ങളുടെ പേരാണ്, തങ്ങളുടെ ഉപ്പാൻ്റെ പേരായിരിക്കും അവരുടെയും പേര്. ജനിച്ചിട്ടോ വളരുമ്പോഴോ ഒരിക്കലും ഇമാം മഹ്ദിക്ക് താനാണ് മഹ്ദി എന്നറിയില്ല. ഒരു മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന പേരായിരിക്കും, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും. അങ്ങനത്തെ ലക്ഷക്കണക്കിന് മുഹമ്മദ് ബിൻ അബ്ദുള്ള മഹാലോകത്തുണ്ട്. പക്ഷേ ഒരു രാത്രിയിലാണ് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ കഴിയുന്ന, മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിധമുള്ള ക്വാളിറ്റി മഹാനവറുകൾക്ക് അല്ലാഹു നൽകുന്നത്. യുസ്ലിഹുല്ലാഹു ഫീ ലൈല. ഒരൊറ്റ രാത്രിയിലാണ്.
ഒരു രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ആകെ 8 മണിക്കൂർ 10 മണിക്കൂറല്ലേ ഉണ്ടാവൂ. ഒരു 10 മണിക്കൂർ സമയത്തിനുള്ളിൽ, അതും സുബഹി ആയി കഴിയുമ്പോൾ അത്രയൊന്നും കിട്ടൂല. എന്തായാലും ഒരു മേലെ തല പോയ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ മാക്സിമം, ദ ലോങ്സ്റ്റ് നൈറ്റൊക്കെ കൂട്ടിയാണെങ്കിൽ ആ ഒരു രാത്രിയിലാണ് മഹാനവറുകളെ അടിമുടി അള്ളാഹു മാറ്റുന്നത് എന്നാണ്. അള്ളാഹു വിചാരിച്ചാൽ അത്ര മതി. ഏതുപോലെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹു തആല മാറ്റിമറിച്ചത് ഒരൽപ്പം ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് അമവി ഭരണാധികാരികളിൽ ലോകത്ത് നീതി നടപ്പാക്കിയ ഉമർ തങ്ങൾക്ക് 2ാം ഉമർ എന്ന് പറയാൻ കഴിയുന്ന വലിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ വാതിലൊക്കെ പറയാറുണ്ട്. മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്ത് 2.5 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. അങ്ങനെ വഫാത്താവുകയാണ്. ആ 2.5 കൊല്ലം ഒരു 25 കൊല്ലത്തിൻ്റെ നന്മ ചെയ്തു പോയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. പക്ഷേ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് വരെ തൻ്റെ മുമ്പുള്ള രാജകുമാരന്മാരെ പോലെ മഹാനവറുകളും ഒരൽപ്പം ആസ്വദിച്ച് നടക്കുന്ന ആഡംബര ജീവിതമുള്ള ആളായിരുന്നു. അടിച്ചുപൊളി ജീവിതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. ഖിലാഫത്ത് അങ്ങ് വന്നപ്പോഴാണ് അന്ന് രാത്രിക്ക് രാത്രി ആ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനെ അടിമുടി മാറ്റുകയാണ് ഉണ്ടായത്. സയ്യിദു സാഹിദീൻ, ദുന്യാവ് വേണ്ട എന്ന് പറഞ്ഞ സാഹിദീങ്ങളുടെ നേതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ. എപ്പോൾ മുതൽ? ഖിലാഫത്ത് ഏറ്റെടുത്ത അന്നു മുതൽ. അതിന് മുമ്പുള്ള ജീവിതം പോലെയല്ല ഖിലാഫത്തിന് ശേഷമുള്ള ജീവിതം. അള്ളാഹു വിചാരിച്ച അത്രയേ ഉള്ളൂ. എത്ര കള്ളുടിയന്മാരും വ്യഭിചാരികളും മയക്കുമരുന്നിൻ്റെ അടിമകളാണെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ടവരെ അടിമുടി മാറ്റാൻ റബ്ബിന് കഴിയും. അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ, അള്ളാഹു നമുക്ക് സ്വലാഹ് നൽകട്ടെ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി തങ്ങൾ പറയുന്നത്, വൈഹ ഹാദിഹിൽ ഉമ്മ മിൻ മുലൂകിൻ ജബാബിറ, ഈ ഉമ്മത്തിന് നാശം വരാനുണ്ട്. സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ, രാജാക്കന്മാർ ഈ ഉമ്മത്തിന്റെ ഭരണമേറ്റെടുക്കും. കൈഫ യഖ്തുലൂൻ വയഹീഫൂന അൽമുതീഈന ഇല്ലാ മൻ അദ്ഹറ ത്വാഅതഹും, സജ്ജനങ്ങളെ മുഴുവൻ അവർ വെട്ടിവീഴ്ത്തുന്നവരാണ്. അവരോട് വിധേയത്വം കാണിച്ചവരെ ഒഴികെ അവർ വെറുതെ വിടും. ബാക്കിയുള്ളവരെ മുഴുവനും അവർ കൊല ചെയ്യും. അങ്ങനത്തെ കൊലപാതകികളായ ഭരണാധികാരികൾ എൻ്റെ ഉമ്മത്തിന് കാണേണ്ടി വരും. ഫൽമുഅ്മിനു തഖിയ്യു യുസാനിഉഹും ബിലിസാനിഹി വയഫിറു മിൻഹും ബിഖൽബിഹി, സജ്ജനങ്ങളായ നല്ല മനുഷ്യർ ഈ ക്രൂരന്മാരായ ഭരണാധികാരികളെ കാണുമ്പോൾ വായ കൊണ്ട് നല്ല വാക്ക് പറയും, പക്ഷേ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാണവരെ. പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ, ആ നല്ല ഭരണാധികാരിയാണ്, നല്ല ആളാണെന്ന് പറയും, പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവരോട് വെറുപ്പായിരിക്കും സജ്ജനങ്ങൾക്ക്. വഇദാ അറാദല്ലാഹു അൻ യുഈദൽ ഇസ്ലാമ അസീസൻ, അല്ലാഹു ഇസ്ലാമിന് ഇസ്സത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഖസമ കുല്ല ജബ്ബാരിൻ അനീദ്, സ്വച്ഛാധിപതിയായ സർവ ധിക്കാരികളായ ഭരണാധികാരികളെയും അല്ലാഹു പരാജയപ്പെടുത്തും. വഹുവൽ ഖാദിറു അലാ മാ യശാ അൻ യുസ്ലിഹൽ ഉമ്മത ബഅദ ഫസാദിഹാ, ഈ ഉമ്മത്തിന് വലിയൊരു പരീക്ഷണം വന്നതിന് ശേഷം, ഈ ഉമ്മത്ത് നശിച്ചു പോയതിന് ശേഷം ഈ ഉമ്മത്തിനെ നന്നാക്കിയെടുക്കാനും അല്ലാഹു കഴിയുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും കള്ളുകൂടിയന്മാരായി മാറി എന്ന് വിചാരിക്കുക. നമ്മൾ തമാശയാണെങ്കിലും പറയും, പണ്ടൊക്കെ കല്യാണം ആലോചിച്ച് വരുമ്പോഴേ ചെറുക്കന് നിസ്കാരം ഉണ്ടെന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ചെറുക്കന്മാരോ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ നിസ്കാരമൊക്കെ തുടങ്ങും, ഒരു പള്ളിയിലൊക്കെ പോയിരിക്കൽ തുടങ്ങും, ജമാഅത്തിന് അവ്വൽ വക്തിന് വരൽ തുടങ്ങും. അപ്പോൾ കല്യാണത്തിൻ്റെ ബ്രോക്കർമാരും പെണ്ണിൻ്റെ കൂട്ടരൊക്കെ വന്ന് നോക്കുമ്പോൾ അല്ലാഹ് ചെറുക്ക് ഒന്നാം സഫല സുബൈക്ക് കണ്ടത്, ഇനി ഒന്നും ആലോചിക്കേണ്ട കെട്ടിച്ചെടുത്തോന്ന് ഒന്ന് അടാടസ്കരിക്കായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അന്നങ്ങനെ. ഇന്നിപ്പോൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? മയക്കുമരുന്ന് ഗ്യാങ്ങിലാണോ? ആൾ ഇപ്പോൾ എങ്ങനെയാണ്? നല്ല ബോധത്തിൽ ജീവിക്കുന്ന ആളാണോ? അല്ലേ? മയക്കുമരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ കെട്ടിച്ചു കൊടുക്കുക. ഒരു നിസ്കാരം ഉണ്ടോ എന്ന് വല്ല ചോദ്യം പോലും ചോദിക്കുന്നില്ല. യാ അല്ലാഹ്, എത്ര വലിയ വ്യത്യാസം വന്നല്ലേ. മയക്കുമരുന്നുണ്ടോ എന്നപ്പോൾ ചോദിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. പൈസ കയ്യിൽ വന്നപ്പോൾ ഈ ഉമ്മത്തിന് വന്ന വലിയ പരീക്ഷണമാണത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളുടെ ശരീരങ്ങളെ അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. ആൺമക്കളും പെൺമക്കളും ഉണ്ട് നമുക്കൊക്കെ, അവരൊക്കെ അല്ലാഹു സജ്ജനങ്ങളാക്കി തരട്ടെ. നമ്മുടെ ഈ സദസ്സിലുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അവരുടെ മനസ്സുകളിൽ നിന്ന് മോശപ്പെട്ട ചിന്തകളെ അല്ലാഹുവിനെ എടുത്തു കളയണേ തമ്പുരാനെ. അല്ലാഹുവിനോട് അങ്ങനെ തോരക്കാൻ പറയൂ. പ്രേമവും അനുരാഗവും ഒക്കെ ഒരു തരം ഭ്രാന്താണ്. ആ ഭ്രാന്തിനെ പരിപോഷിപ്പിക്കാൻ ആ സിനിമകളും പാട്ടുകളൊക്കെ ചെയ്യുക അല്ലേ? അതന്നെ.
അള്ളാഹു നിങ്ങൾക്ക് ഹലാലായൊരു ബന്ധം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പ്രേമത്തിൽ പോകേണ്ട കാര്യമില്ല, ഡേറ്റിങ്ങിന് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇണയായി അവളും അവൾക്കിണയായി അവനും വന്നിരിക്കും, അള്ളാഹു ചേർത്ത് വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ. ഇല്ലേ, നിങ്ങളെ എത്ര ഒളിച്ചോടിയിട്ടും കാര്യമില്ല, നടക്കൂല. പിന്നെ എന്തിനു ബേജാറാവുന്നു? അള്ളാഹു നിങ്ങൾക്ക് എഴുതി വെച്ച് നടക്കും. അതല്ലേ ഖദർ ഖദാ. അത് വിശ്വാസമുള്ളവരത്തിന് എന്തിനാ പേടിക്കേണ്ടത്? എന്തിനാണ് വഴിവിട്ട ബന്ധങ്ങൾ? എന്തിനാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഈ ചാറ്റിങ്ങും കറങ്ങലും അതും ഇതും? എന്തിന്? ആരെയാണ് നമ്മൾ വഞ്ചിക്കുന്നത്? അള്ളാഹുവിനെയോ? അള്ളാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഈ ഉമ്മത്ത് മുഴുവൻ ഫസാദായാലും ആ ഉമ്മത്തിനെ അള്ളാഹുവിന് തിരിച്ച് സ്വാലിഹീങ്ങളാക്കി നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. മുഴുവൻ അങ്ങ് കിടന്നുപോയി എന്ന് വിചാരിക്കുക, ഉമ്മത്ത് തീർന്നു എന്നൊരിക്കലും പറയരുത്. മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകുഹും എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ജനങ്ങൾ മുഴുവനും നശിച്ചു, നാട് മോശമാണ് എന്നാരെങ്കിലും നാവ് കൊണ്ട് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, എല്ലാവരും ഇടക്കിടക്ക് പറയുന്നൊരു വാക്കാണിത്, നാട് പറ്റ മോശ. ഏതെങ്കിലും ഒരുത്ത എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ആകെ നമ്മളെ കുട്ടികൾ മുഴുവൻ പോക്ക. അങ്ങനൊന്നും പറയരുത്, അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യരുത്, ജനറലൈസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും അങ്ങനെ എങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ പറയാം? എത്ര കോടിക്കണക്കിന് നല്ല മനുഷ്യരുണ്ട്, കുരുത്തക്കേട് 1-2 കാണുന്നുള്ളൂ. എത്ര നല്ല മനുഷ്യന്മാരുണ്ട് ഇവിടെ. അങ്ങനെ ആരെങ്കിലും ജനങ്ങൾ മുഴുവൻ നശിച്ചു എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിച്ചത് ആ പറഞ്ഞവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റിവായത്താണ്, ഫഹുവ അഹ്ലകുഹും അല്ലെങ്കിൽ ഫഹുവ അഹ്ലകഹും. അവനാണ് അവരെ നശിപ്പിച്ചത്, അതല്ലെങ്കിൽ അവനാണ് അക്കൂട്ടത്തിൽ ഏറ്റവും നശിച്ചത്. രണ്ടും മോശമായ അർത്ഥമാണ്. അതുകൊണ്ട് ആരും ഈ ഉമ്മത്ത് നശിച്ചു, ഉമ്മത്ത് കേടായി, ഇനി നന്നാവില്ല എന്നൊരിക്കലും പറയരുത്. സ്വലാഹിൻ്റെ നന്മയുടെ വഴി അവിടെ ബാക്കി നിൽക്കുകയാണ്. മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങൾ നമ്മൾ ഓർത്തു പോവുകയാണ്. കള്ളുകുടിയന്മാരായ ഒരു പറ്റം ചെറുപ്പക്കാർ നൗകയിൽ, ബോട്ടിൽ, ദിജ്ലയിൽ, ഇറാഖിലാണ് സംഭവം നടക്കുന്നത്. അവര് മഗ്രിബ് നിസ്കാര സമയത്ത് തിമർത്താടി കള്ളുകുടിച്ച് കുറച്ച് പെൺകുട്ടികളുണ്ട്. പിന്നെ എന്താ അവിടെ നടക്കാന്ന് പറയേണ്ടതുണ്ടോ? അപ്പോഴാണ് മഅറൂഫുൽ ഖർഖിയോട് കൂടെയുള്ള മുരീദന്മാരെ പറഞ്ഞു, ഷെയ്ഖേ ഒന്ന് ദുആ ഇറക്കണേ, നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ടല്ലോ. അദ്ദേഹം ദുആക്ക് ഉത്തരമുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. മഹാനവരുടെ ഒരു ഉദ്ധരണി വഴിയെ നമുക്ക് സമയമുണ്ടെങ്കിൽ വരാൻ ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹുവിനോട് ദുആ ഇറക്കണേ, ഇവരെ ഒന്ന് നശിപ്പിക്കാൻ പറയണേ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാൻ പറയണേ, ഞാൻ ദോരക്കങ്ങൾ ആമീൻ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആമീൻ പറയാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിറങ്ങിയതാ അവർ. ദിജ്ലയുടെ പുഴയുടെ ഓരത്തുകൂടെ നടക്കുമ്പോൾ വിളക്ക് വെച്ച് ഒരു നൗക, തിമിർത്താടുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ആളുകൾ, ആ നാട്ടിലെ ഏറ്റവും വലിയ കച്ചറ ടീമെന്ന് പറയാം, അവരവിടെ യാത്ര ചെയ്യുന്നത്. അവരെ ഒന്ന് താഴ്ത്തിക്കളഞ്ഞാൽ ഈ നാട് നന്നാവും, അങ്ങനെയാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് ആ ബോട്ടൊന്ന് മുങ്ങാൻ ദ്വാരക്കോ, അദ്ദേഹം ദുആ ചെയ്തിരുന്നെങ്കിൽ ആ ബോട്ട് മുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ മഹാൻ ദുആ ചെയ്ത് മറ്റൊന്നാണ്. എന്താ ദ്വാരുന്നറിയോ? അദ്ദേഹം അള്ളാഹുവിൻ്റെ സ്വാലിഹായ ഒരു വലിയായിരുന്നു മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ ദ്വാരുന്നത്? അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറഹ്. അല്ലാഹുവേ, ദുനിയാവിൽ നീ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ അവസരം നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാനും അവസരം കൊടുക്കണമേ. എല്ലാവരും എങ്ങനെ ഇതിന് ആമീൻ പറയാ? എന്താ പോയി ദോരക്കണത്? അള്ളാഹിൻ്റെ വലിയായി ദോരക്കണത് അവരെ കള്ളുകുടിയന്മാരാക്കി മാറ്റാനാണോ ദോരക്കണത്? അല്ല. നാളെ പരലോകത്ത് സന്തോഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇവർ നന്നാവണം, അപ്പോഴല്ലേ പരലോകം കിട്ടുള്ളൂ. ദുനിയാവിൽ ഏതായാലും കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടന്നു, നീ ഇതൊക്കെ മതിയാക്കി പടച്ചവനെ അവരെ നീ നന്നാക്കി കൊടുക്കണമേ. ദുനിയാവിൽ അവരെ നീ ആനന്ദിപ്പിച്ച പോലെ നാളെ പരലോകത്തെ സന്തോഷിപ്പിക്കണമേ എന്നാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. മഹാൻ വേണമെങ്കിൽ ദ്വാരക്ക ഈ ചെറുപ്പക്കാരെ മുഴുവൻ മുക്കി താഴ്ത്തണേ പടച്ചവനെ. ടൈറ്റാനിക്ക് മുങ്ങിയ പോലെ മുങ്ങിക്കും. പക്ഷേ മഹാൻ ദുആ ചെയ്തില്ല. മഹാൻ ദുആ ചെയ്തത് അവരെ സന്തോഷിപ്പിച്ചില്ല. റബ്ബേ, ചെറുപ്പക്കാരല്ലേ, കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, എന്നാൽ അതൊക്കെ മതിയാക്കി ഇനി അവർക്ക് ആഖിറത്തിലേക്ക് ചിന്ത വരണം. നമ്മുടെ മസ്ജിദുമായി, നമ്മുടെ മദ്രസയുമായി, നമ്മുടെ ദീനുമായി അവർക്ക് അടുപ്പം വേണം. പൊതുപ്രവർത്തനങ്ങളിലേക്ക് അവരിറങ്ങണം. അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും നാടിനും രാജ്യത്തിനും സമൂഹത്തിനും നന്മയായി ഭവിക്കണം എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. എന്നല്ലാതെ നാട് മുഴുവൻ കേടാണ്, നാട് മൊത്തം പോക്കാണ് എന്നൊരിക്കലും പറയരുത്. എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട് നന്മയുടെ ആളുകൾ, തിന്മയുടെ ആളുകളും. അതുകൊണ്ട് മൻ ഖാല ഹലക്കന്നാസ്, ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ ഈ ഹദീസ്, വളരെ ശ്രദ്ധിക്കണം. ഒരു വാക്കുകൊണ്ട് നമ്മുടെ സർവ്വത് നഷ്ടപ്പെട്ടു. മൻ ഖാല ഹലക്കന്നാസ്, ജനങ്ങൾ മുഴുവനും നശിച്ചു, കാലം തീർന്നു, ഇനി ജനങ്ങളിൽ നന്മയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകഹും,
ആ പറഞ്ഞ ആളാണ് ആ ജനങ്ങളെ നശിപ്പിച്ചത്, അല്ലെങ്കിൽ ഫഹുവ അഹ്ലകുഹും, അവരിൽ ഏറ്റവും നശിച്ചു പോയത് ആ പറഞ്ഞവനാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അത് പറയരുത്. നന്മയുടെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അവർ നന്നായി വരും, അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകും, അവർക്ക് ശോഭനമായ ഒരു നല്ല നാൾ വരാനിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നിങ്ങൾ, എന്നല്ലാതെ ജനങ്ങൾ നശിക്കണം എന്ന് പറയേണ്ടവരല്ല എന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് നബിയുടെ ഈ പഠിപ്പിക്കൽ. യാ ഹുദൈഫ, അതുകൊണ്ട് തങ്ങൾ പറയുന്നു, ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോടാണ് ഹബീബായ നബി തങ്ങൾ മഹ്ദി ഇമാമിന്റെ കഥ പറയുന്നത്. യാ ഹുദൈഫതു ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ വാഹിദ്, ഈ ലോകം അവസാനിക്കാൻ ഇനി ഒരേ ഒരു ദിവസമേ ബാക്കിയുള്ളൂ എന്ന് സങ്കല്പിക്കുക. ലതവ്വലല്ലാഹു ദാലികൽ യൗം, ആ ഒരു ദിവസത്തെ അല്ലാഹു നീട്ടിക്കൊണ്ടുപോകും ഹുദൈഫ. ഹത്താ യംലിക റജുലുൻ മിൻ അഹ്ലി ബൈതി, എൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ലോകത്തിൻ്റെ അധികാരം ഏറ്റെടുക്കും ആ ഒരു ദിവസത്തേക്കെങ്കിലും. എന്ന് പറയാ ആ ഒരു ദിവസമാണെങ്കിൽ ഒറ്റ ദിവസമല്ല ഉണ്ടാവുക, 7 വർഷമുണ്ടാകുമെന്നാണ് ഇമാം മഹ്ദിയുടെ ഭരണം. പക്ഷെ തങ്ങൾ പറയാ ഒരൊറ്റ ദിവസമേ ബാക്കിയുള്ളൂ എങ്കിലും അള്ളാഹു ലോകത്തിൻ്റെ ഭരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിക്കും. തജ്രിൽ മലാഹിമു അലാ യദൈ, ധർമ്മസമരങ്ങൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ ലോകത്ത് നടക്കും. വയുദ്ഹിറുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമായി വരും, ദീനിന് വിജയമുണ്ടാകും. ലാ യുഖ്ലിഫു വഅദഹു വഹുവ സരീഉൽ ഹിസാബ്, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹു അവൻ്റെ തീരുമാനം നടപ്പാക്കുന്നവനുമാണ് ഹുദൈഫ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളായി മാറുന്നത് ഒരു പെൺകുട്ടിക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് അവൾ അള്ളാഹു സ്വാലിഹത്താക്കി മാറ്റും. ഒരു ചെറുപ്പക്കാരൻ നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ പടച്ചവനെ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, എൻ്റെ ശരീരത്തെ നന്നാക്കി തരേണമേ, എനിക്ക് പരിശുദ്ധി നൽകണമേ. അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ, എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥനും നാഥനും നീ തന്നെയല്ലേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു പകൽ കൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും, സ്വലാഹ് കൊടുക്കാൻ കഴിയും, അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചോദിക്കണേ. നിങ്ങളുടെ അയൽപക്കം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ യാത്ര ചെയ്തവർ, നാട് വിട്ടുപോയവർ, കൂടെയുള്ളവർ അവരെ പറ്റി നല്ലത് പറയണം. ഹുമുസ്സാലിഹൂൻ, അവർ നല്ലവരാണെന്ന് അബൂ ത്വാലിബുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഖൂത്തിലെ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ്. സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ്, നന്മയാണ്. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു. താബിഈങ്ങളുടെ ഒരുപാട് ഖൗലുകളുണ്ട്. ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ അന്നൽ അർള തബ്കി അല സ്വാലിഹി 40 യൗമാ, 40 ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ്. അതുകൊണ്ടാ മരിച്ചു കഴിഞ്ഞാൽ 40ൻ്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ 40 എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും. എന്തേ? അവർക്ക് വേണ്ടി, മരിച്ച മയ്യത്തിന് വേണ്ടി ഒരു ദുആയാണ്. എന്താ കാരണം എന്നറിയോ? 40 ദിവസം ഭൂമി കരയും. 40 കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു, പിന്നെ സങ്കടപ്പെടുന്ന സമയമല്ല. 40 ദിവസം വരെ ഒരു സ്വാലിഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഥറുകളിൽ കാണാൻ പറ്റും. അതായിരിക്കണം ഈ 40 കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40 ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി സജ്ജനങ്ങൾ മരിച്ചുപോയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, മൻ ഗദാ യുരീദുൽ ഇൽമ ലാ യതഅല്ലമുഹു ഇല്ലാ ലില്ലാഹ്, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ നടന്നു വന്നാൽ, യാത്ര ചെയ്താൽ, ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ, വാഹനം കയറി ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നത് ദുബൈയിൽ നിന്ന്, എങ്ങനെയാണെങ്കിലും ഇൽമ പറയാനും പഠിപ്പിക്കാനുമുള്ള യാത്ര. ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വാതിൽ അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ അന്വേഷിക്കാനും ഇൽമ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ
വഫറശതു ലഹുൽ മലായികതു അലൈഹിമുസ്സലാമു അക്നാഫഹാ, അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ ഇൽമ പഠിക്കാൻ വരുന്നവർക്ക് താഴ്ത്തിക്കൊടുക്കും. വസല്ലത അലൈഹി മലായികതുസ് സമാവാതി വഹീതാനുൽ ബഹർ, നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും ഇൽമ പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും എളുപ്പമായ വഴി, ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ്. വെറുതെ ഇരിക്കരുത്. ഒരു നല്ല വാഴോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക, നല്ല കിതാബ്, ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക, നല്ലത് എഴുതിക്കൊണ്ടിരിക്കുക, നല്ലതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ വലിയ ഇബാദത്താണ്. തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ അൽഫി റക്അഹ്, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി 1 മണിക്കൂർ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്നതാണ്. 1 മണിക്കൂർ. അപ്പം നമ്മളിപ്പോൾ 2 മണിക്കൂർ വേളാണെങ്കിൽ മിനിമം 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ്. 2000 റക്അത്ത് നിസ്കരിക്കാൻ മുട്ടുംകാല് പണിയാവൂലേ? 2000 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ നമുക്ക് 2 മണിക്കൂറുണ്ട്? അല്ലെങ്കിൽ ഈ രാത്രിയിൽ നിസ്കരിക്കാൻ പറ്റുമോ? 1000 കിട്ടുമോ? 500 റക്അത്ത് കിട്ടുമോ? ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി. എന്ന് പറഞ്ഞാൽ എന്തേ? ഈ പ്രപഞ്ചം, there is nothing worthier than the name and the topic of Allah. അള്ളാഹുവിൻ്റെ നാമം, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിഷയം, അതിനേക്കാളും മൂല്യമുള്ള ഒന്ന് ഈ ലോകത്തില്ല. അതല്ലേ ഈ ലോകത്തിൻ്റെ എല്ലാം. He is the essence of the creation. He is the creator. He is the sustainer. He is the one and only Allahu, the self-eternal. എല്ലാമായ റബ്ബ്. ആ റബ്ബല്ലാതെ എന്താണ് ഈ ലോകത്തുള്ളൂ? ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ്. സ്വലാഹിൻ്റെ നന്മയുടെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കും വേണം. നബി തങ്ങൾ പറയട്ടെ, വലിൽ ആലിമി മിനൽ ഫദ്ലി അലൽ ആബിദി കൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ അസ്ഗരി കൗകബിൻ ഫിസ് സമാ. അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യൻ അല്ലാഹു നൽകുന്ന സ്ഥാനം ആകാശലോകങ്ങളിൽ എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തെക്കാൾ പൂർണ്ണചന്ദ്രനായി 14-ാം രാവിലെ സുമുഖനായി ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ, ഒരു നക്ഷത്രത്തെക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ഇബാദത്ത് ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിന് അല്ലാഹു സ്ഥാനം കൊടുക്കുന്നുണ്ട്. വൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. അമ്പിയാക്കന്മാർ വാപ്പ മരിച്ച ചോദിക്കും ഖാദിമാർ, അനന്തരാവകാശികൾ എത്ര ഉണ്ട്? അപ്പോൾ പറയും, മക്കളൊക്കെ പറയും, ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആരെന്നറിയുമോ? ഇൽമ പഠിച്ച പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അനന്തരം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്ന്. ഒരിക്കലുമല്ല. ഇന്നൽ അംബിയാ, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, ഒരു വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല. അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിൻ്റെ പൊതുമുതലാണെന്നാണ് അല്ലാഹുവിൻ്റെ നിയമം. വലാകിന്നഹും വറസുൽ ഇൽമ, എന്നാൽ അവരിട്ടേച്ചു പോയത് ഇൽമാണ്. ആ ഇൽമാണ് ആലിമീങ്ങൾ പഠിക്കുന്നത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിഹി. അതുകൊണ്ട് മക്കളെ ഇൽമ പഠിക്കാൻ പറഞ്ഞേച്ചാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. വമൗതുൽ ആലിമി മുസീബത്തുൻ ലാ തുജ്ബർ, ഒരു ആലിമിൻ്റെ മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ്. ഒരു ആലിമിൻ്റെ മരണം, ഒരു പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ അതൊരു മുസീബത്താണ്. ലാ തുജ്ബറു, അതിന് പകരം വെക്കാൻ കഴിയില്ല. വസുൽമത്തുൻ ലാ തുസദ്, ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ആലിമായ മനുഷ്യന്റെ മരണം. വഹുവ നജുമുൻ തുമിസ്, വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണത്. വമൗതു ഖബീലത്തിൻ ഐസറു മിൻ മൗതി ആലിം, ഒരു ആലിം മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഖബീലയിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ്. എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം. ഒരു ആലിമിൻ്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ്, പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ആലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കളാക്കാൻ പറ്റിയില്ല. ഇവിടെ മദ്രസയുണ്ട്, ദർസുകളുണ്ട്, അറബി കോളേജുകളുണ്ട്, യതീംഖാനകളുണ്ട്. അവിടേക്ക് ഭക്ഷണം കൊടുക്കുക. ആ മക്കൾക്ക് എന്തെങ്കിലും
സഹായം കൊടുക്കുക, ആ സ്ഥാപനങ്ങളെ നമ്മൾ സഹായിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. മൗതുൽ ആലിമി സുൽമത്തുൻ ഫിൽ ഇസ്ലാമി ലാ തുസദ്ദു മഖ്തലഫൽ ലൈലു വന്നഹാർ. മഹാനായ ശംസുൽ ഉലമാ തങ്ങൾ വഫാത്തായി, കണിയത്ത് ഉസ്താദ് വഫാത്തായി പോയി, സൈനുൽ ഉലമ വഫാത്തായി. എത്രയോ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല. പുതിയൊരു ആലിം മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ്. ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ്. ലാ തുജ്ബർ, അത്രമേൽ അള്ളാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ്. ഒരു ദിവസം ഒരു ഹദീസെങ്കിലും പഠിക്കുക, ഒരു ദിവസം ഒരായത്ത് അതിൻ്റെ അർത്ഥം, അതിൻ്റെ തഫ്സീർ പഠിക്കുക. ഒന്ന് മതി, കുറേ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മൾ മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം, എത്രയോ പുസ്തകങ്ങൾ കിട്ടൂല, എത്രയോ. നിങ്ങൾ എവിടെയും കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട്, ചമ്മാട് ദാൽഹുദയുടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ, നല്ല നല്ല ദീനി ചരിതങ്ങൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത്. ബുക്ക് പ്ലസ്. ഇനി വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. മാഷാ അല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ ഖുതുബ നിർവഹിച്ച ഒരു ചരിത്രമുണ്ട്. അന്ന് പ്ലാഗ് വന്ന കാലം, കൊറോണ കാലൊക്കെ മറന്നു പഠിച്ചവനെ. നമ്മുടെ ഈ ഓണം കേറാ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്നൊരു കാലം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഓർമ്മയുണ്ടതൊക്കെ അതിൻ്റെ ഭീകരത ആലോചിച്ചാൽ തന്നെ ഇപ്പോൾ ബോധം കിടും. ഒരു മീൻ വരില്ല, ഒരു ഭക്ഷണം വരില്ല, പച്ചക്കറി വരാനില്ല. ആ പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അപ്പം വരില്ല. എന്ത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ. ബൈക്കെടുത്ത് പോയ അടി. എന്തായിരുന്നു കാലം. ആരും മറന്നപ്പോൾ അതൊക്കെ. ഉമ്മായെ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല, അവിടെ ആർക്കും നിൽക്കാൻ പറ്റൂല, മരിച്ച മയ്യത്തിനെ കാണാൻ കിട്ടണില്ല, കുളിപ്പിക്കാൻ പറ്റണില്ല. എന്തൊക്കെ കഴിഞ്ഞു പോയി റബ്ബേ. ത്വാഊൻ, അങ്ങനത്തെ ഒരു പ്ലാഗ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഷാമിലുള്ളപ്പോൾ ഒരു പ്ലാഗ് വന്നിരുന്നവിടെ, പകർച്ചവ്യാധി. മഹാനവറുകൾ പറഞ്ഞു, ഇന്നഹാ റഹ്മത്തു റബ്ബിക്കും, ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ്. വഖബ്ദു സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങൾ പ്ലാഗിൽ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇത് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ്. മുഅ്മിനീങ്ങൾക്കത് റഹ്മത്താണ്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക്, ഫാസിഖീങ്ങളായ ആളുകൾക്ക് അത് ശിക്ഷയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്ന ഹദീസുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ത്വാഊൻ. ഈ കോവിഡൊക്കെ ഇപ്പോഴുണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെ പോകുന്നു തോന്നണില്ല. അത് കനം കുറഞ്ഞു എന്ന് മാത്രം. ജലദോഷം വരെ കേട്ടിങ്ങനെ പോകുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ വേവ് 50-60 ആയിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും. അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ അത് പെട്ടെന്ന് ഒഴിവാക്കി തരും. അള്ളാഹു സലാമത്താക്കി തരട്ടെ. പക്ഷെ ലോകത്തിൻ്റെ പല പേര് കേൾക്കുന്നില്ലേ, പുതിയ പുതിയ പേരുകളിൽ. ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും, ചിലത് പേടിക്കും, ചിലത് പേടിക്കാണ്ടിരിക്കും. അതിൻ്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും. പകർച്ചവ്യാധിയാണ് അത്. അതിൻ്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും. എനിക്ക് പേടിയാവുന്നത് നബിതങ്ങൾ ഖിയാമത്തിൻ്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുമ്മ ഖിയാനുൻ അല്ല തുമ്മ മൂഥാനുൻ തഖുദു ഫീകും കഖുആസിൽ ഗനം. ആടുകളുടെ മൂക്കിന് വരുന്നൊരു അസുഖമുണ്ട്. അത് വന്ന ആടുകൾ തളർന്നു വീഴലാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിൻ്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കാൻ വേണ്ടി പറയല്ല, അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നബി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അനിത്വാഊൻ, നബിയെ പകർച്ചവ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ അവസ്ഥ? ഫഖാല, അതിന് മറുപടിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടി, കാന അദാബൻ യബ്അസുഹു അല്ലാഹു അലാ മൻ കാന ഖബ്ലകും
നിങ്ങളിലെ മുൻഗാമികൾക്ക് അല്ലാഹു പരീക്ഷണമായി, അദാബായി, ശിക്ഷയായി ഇറക്കിക്കൊടുത്തതായിരുന്നുവത്. ഒരു സമൂഹം ഒന്നാകെ മരിക്കുക, പാൻഡമിക്, മുൻഗാമികൾക്ക് അല്ലാഹു അദാബായി കൊടുത്തതാണ്. ഫജഅലഹുല്ലാഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, ആ പകർച്ചവ്യാധി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റഹ്മത്താണ്, കരുണയാണ് നൽകിയത്, കരുണയായിട്ടാണ് നൽകിയത്. അതുകൊണ്ട് മാമിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി, ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ലാ യഖ്റുജു സ്വാബിറൻ മുഹ്തസിബാ, ക്ഷമിച്ചുകൊണ്ട് അല്ലാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്. മരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം. ആ നാട്ടുകാർ പുറത്തു പോകരുത്. പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം, ബോട്ടിൽ കൊടുത്താൽ പോരെ. മാ മിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി ലാ യഖ്റുജു സാബിറൻ മുഹ്തസിബാ, ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്, പുറത്തു നാട്ടുകാർ അവിടേക്കും വരരുത്. അങ്ങനെ ചെയ്താൽ ഇല്ലാ മാ കതബല്ലാഹു ലാ യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ല, അല്ലാഹു എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ. എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോളിൽ വെച്ച് കൊണ്ടുപോയ ആൾക്കാരുണ്ട്, അവർക്ക് കൊറോണ വന്നിട്ടില്ല. അത്ഭുതമല്ലേ? എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ, ഭക്ഷണം വെച്ചാൽ ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കണ മനുഷ്യന്മാർ, ആ ഒരു തുമ്മൽ കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു. അതിൽ മരിച്ചു പോയവരുണ്ട്, അല്ലാത്തവരുണ്ട്. പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു. ഒരു കൂസലില്ലാതെ ഗൾഫിലൊക്കെ, അബുദാബി തന്നെ, കേജിങ്ങളുടെ അല്ല, അബുദാബിയിൽ നമ്മുടെ KMCCയുടെ പ്രവർത്തകർ, എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം, നമ്മുടെ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ, താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ്, അവൻ മേലെ കിടക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും ആയി എടുത്ത് കൊണ്ടുപോകുന്നത് അവനാണ്. അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ, നമ്മളവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് എൻ്റെ ബാക്കിലൂടെ കോണി വെച്ചെടുത്തിട്ട് ആൾ കയറിയപ്പോൾ കോണി വലിച്ച ആൾക്കാരാ, നീ ഇറങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒരേ റൂമിൽ, പ്രവാസ ലോകത്തിൻ്റെ ഒരു നന്മ അതാ, ഭയങ്കര സ്നേഹമായിരിക്കും. ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല. എന്നാൽ അസുഖം വന്നവരുണ്ട്, വരാത്തവരുണ്ട്. അതിനർത്ഥം എന്താ? അസുഖമായിട്ടല്ല പരക്കുന്നത്, അതിൽ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലുണ്ടെന്ന്. അതുകൊണ്ടാണ് ലൻ യുസീബന ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, നബിയെ പറയണം, അള്ളാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ. അങ്ങനെ വിശ്വസിക്കേണ്ടത്. അള്ളാഹ് ആ നബി ഞങ്ങൾ എന്നെ പറയണത്, പ്ലാഗ് വരുന്ന സ്ഥലത്തേക്ക് പോകണ്ട, അവിടെ ഉള്ളവർ പുറത്ത് കിടക്കും വേണ്ട, അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ, പടച്ചോനെ എനിക്ക് അസുഖം വരുമോ എന്ന് പേടിക്കണ്ട, അള്ളാഹ് കണക്കാക്കിയതേ നിങ്ങൾക്ക് വരൂ. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നബി നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഈമാൻ അതിൻ്റെ മീതയാ നിൽക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടോ, ഞാൻ ഇതിലായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ അസുഖം ഭേദമാവും, അല്ലെങ്കിൽ എനിക്ക് വരൂല, അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ടങ്ങ് പോകും എന്നല്ലാതെ അള്ളാഹിനെ പേടിക്കുന്നതിനെക്കാളും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത്. വല്ല കാര്യം ഉണ്ടായോ? ഇല്ല. യഖാഫൂനഹും കഖൗഫില്ല, അള്ളാഹുവിനെ പേടിക്കണ പോലെയൊക്കെ പേടിച്ചു, ഭയങ്കര പേടി. കൊറോണ തന്നെ അസറായിൽ എന്നൊക്കെ വിചാരിച്ചു പോയതിൽ അന്നത്തെ കാലം. യാ അള്ളാഹ്, ആ പേടിച്ചതിൻ്റെ പകുതി അള്ളാഹിനെ പേടിച്ചിട്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടിനി. പുണ്യ നബി ഞങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു ഇല്ലാ കാന ലഹു മിസ്ലു അജ്രി ഷഹീദിൻ, ഒരു ഷഹീദിൻ്റെ കൂലി ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും. ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ, മരിച്ചവർക്കെന്ന് മാത്രമല്ല, അവിടെ ക്ഷമിച്ചു നിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും. മരിച്ചവർക്ക് ഷഹീദിൻ്റെ കൂലി എന്തായാലും ഉണ്ട്, ശുഹദാഇൻ്റെ കൂലിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അത്വാഊനു ഷഹാദത്തുൽ ലികുല്ലി മുസ്ലിമിൻ, പ്ലാഗ് രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ്, രക്തസാക്ഷിത്വത്തിൻ്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല, അങ്ങനെ വിചാരിക്കരുത്. 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ കടം തീരും, 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും, 5 വക്ത് നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വലിയ ടെൻഷൻ അവരായിരിക്കും വരിക. ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വാലിഹീങ്ങളാവുന്നത്, ടെൻഷൻ അടിക്കാതിരിക്കാനല്ല, നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിനനുസരിക്കുന്നത്. അള്ളാഹുവിനനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നമ്മിൽ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ അതിൽ ഷെയ്ക്കാവൂല, വൈവറിങ് വരൂല, പേടിക്കൂല.
കുലുങ്ങാതെ നിൽക്കാൻ പറ്റും. അല്ലാത്തവർ പടക്കും, പേടിച്ചു പോകും. പെട്ടെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് വന്നിട്ടുണ്ട്. നബിമാരിൽ അറ്റാക്ക് സംഭവിച്ച നബിമാരെ പറഞ്ഞു തരട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിയാണ്. നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, 2 രാജാക്കന്മാരാണ്. ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ 2 നബിമാർ, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന് ജെറുസലേമിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ. ഈ 3 നബിമാർ മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിമാരാ. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഖൈറാണത്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത്. എന്നിട്ട് പറഞ്ഞു, മാത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഫുജ്അ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത്. പക്ഷേ 200 കൊല്ലം ജീവിച്ചിട്ടാ, 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ കിടന്നിട്ടില്ല, അസുഖമായിട്ട് കിടന്നിട്ടില്ല. അങ്ങനെ പറയില്ലേ, വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും, വല്യമ്മ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും, പെട്ടെന്ന് അങ്ങ് മരിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു. അത് ഖൈറായ മരണമാണ്, കിടപ്പായി കിടക്കല്ലല്ലോ. വമാത ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അതൻ, ദാവൂദ് നബി അലൈഹിസ്സലാം പെട്ടെന്നാണ് മരണപ്പെട്ടത്. വമാത സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്. വസ്സാലിഹൂൻ, സ്വാലിഹീങ്ങളിൽ എത്രയോ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. വഹുവ തഖ്ഫീഫുൻ അലൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന് പെട്ടെന്നുള്ള മരണം ആശ്വാസമാണ്. വതശ്ദീദുൻ അലൽ കാഫിർ, അവിശ്വാസിയായ മനുഷ്യന് ആ മരണം പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുണ്ട്. മൗത്തുൽ ഫജ്അതി റാഹത്തുൽ ലിൽ മുഅ്മിൻ, പെട്ടെന്നുള്ള മരണം മുഅ്മിനായ മനുഷ്യന് റാഹത്താണ്. വഅഖദതു അസഫിൻ ലിൽ ഫാജിർ, തിന്മ ചെയ്ത് നടക്കുന്നവർ, കള്ളുകുടിയന്മാർ, വ്യഭിചരിക്കുന്നവരെ, തോന്നിവാസം ചെയ്യുന്നവരെ, തിന്മ ചെയ്ത് നടക്കുന്നവരെ, വഞ്ചന, നുണ പറഞ്ഞ് നടക്കുന്നവരെ, അത്തരം ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം വരുന്നത് അഖ്ദതു അസഫിൻ, സങ്കടത്തിന് കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്. എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ, കുറേ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ പോകുന്നു പെട്ടെന്ന്. എണീറ്റ് നോക്കുമ്പോൾ ആൾ ഇന്നലെ മരിച്ചു എന്ന് പറയാം. സംഭവിക്കുന്നില്ലേ? ഇപ്പം നമ്മൾ പറയും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ അള്ളാഹ് വേഗം കൊണ്ടുപോവാണ് എന്ന് പറയും, അല്ലേ? മൗത്തുൽ ഫജ്അതി, പെട്ടെന്നുള്ള മരണം റാഹത്തുൽ ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് സമാധാനമാണത്. എന്തേ? ഒന്ന് ആശുപത്രി കൊണ്ടേ കടത്തി, ഈ വെന്റിലേറ്ററിലും കൊണ്ടേ കുറേ പൈസ, എത്രയോ സാമ്പത്തിക നഷ്ടം, ഒരുപാട്. ആരപ്പോൾ നോക്കാൻ ആളെ കിട്ടുന്നുണ്ട്? ആരാണ് ഇപ്പോൾ ശുശ്രൂഷിക്കാനുള്ളത്? കൂട്ടത്തിലൊന്ന് ദ്വായർന്നു പോവുകയാണ്. എത്രയോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട്, വർഷങ്ങളായി കിടക്കുന്നവർ. ഒരു സഹോദരി ഇവിടെ ആദിഞ്ഞാലിൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി, 4 മക്കളുടെ ഉമ്മയായൊരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു. അള്ളാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. പൈശാചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകട്ടെ. അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ രോഗശൈലിയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ. നിങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ്, കണ്ണൂർ, ചെറുപ്പക്കാരനാണ്, നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ, വീൽ ചെയറിലാണ്. അപ്പോൾ അതിനെടുക്കുന്നത് വീണ്ടും വലിയ വേദനയിലാണ്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. പ്രായമായ ഉമ്മമാർ, ഉപ്പമാർ, അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് വാതിന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ചിലപ്പോൾ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, ഉപ്പാക്ക് മരുന്ന് കൊടുക്കുക, ഉപ്പയെ എഴുന്നേൽപ്പിച്ച് ഇരുത്തണം, ഉപ്പയെ കുളിപ്പിക്കണം, ഉമ്മയെ കുളിപ്പിക്കണം. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ. അനിയത്തി ഓട്ടിസം ബാധിച്ച മോളാണ്, അനിയത്തിയാണ്. അനിയത്തിയെ നോക്കണം, അനുജനെ നോക്കണം, പിഞ്ചു പൈതങ്ങളെ നോക്കണം, അസുഖമുള്ള മക്കളെ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മുഅ്മിനെ. ആ വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമാണ്. ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന, ശുശ്രൂഷിക്കുന്ന ആളുകൾ, നഴ്സിംഗ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അവർക്കൊക്കെ അല്ലാഹുവേ നീ വലിയ പ്രതിഫലം കൊടുക്കും, ഉറപ്പാണ്. നീ കൊടുക്കണേ പടച്ചവനെ. ദുന്യാവിൽ തന്നെ അതിൻ്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ആ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊരു പരീക്ഷണമാണ്. മുഅ്മിനായ ആളാണോ? നമ്മൾ നോക്കേണ്ടത് ഒരു കാര്യം പറയാണ്. ചിലപ്പോൾ പല സംശയങ്ങൾ നാട്ടിൽ വരും. ഒരു മനുഷ്യൻ ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് വിചാരിക്കുക, തല തെറിച്ചു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവില്ലേ? എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, ബസ്സിൽ ഉറങ്ങിയതാ,
സൈഡിൽ നിന്ന് ഉറങ്ങിയപ്പോൾ അങ്ങനെ പുറത്തേക്കായി. ഒരു ബസ് സൈഡ് തലങ്ങ് പോയി എന്ത് ചെയ്യും? തലങ്ങ് ഊരിപ്പോയി. സൈഡ് കൊടുത്തപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് അങ്ങനെയല്ലേ. അപ്പം അങ്ങനത്തെ അപകടങ്ങളൊക്കെ കേൾക്കുമ്പോഴേ പഠിത്തല്ല കുറേ മുമ്പുണ്ടായ സംഭവമാണ്. ഞാൻ ഉമ്മയും ഇരുന്നപ്പോൾ ഇന്നലെ മിഞ്ഞാന്നിട്ട് ആ ദിവസം ആ ഒരു കഥ ഇങ്ങനെ ഉമ്മ പറയായിരുന്നു എന്താണ് ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ അറിയുന്നൊരു കുടുംബമാണത്. ഏതായിരുന്നാലും അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ പറയും നോക്കണേ വല്ലാത്ത അദാബാട്ടോ വന്നത്, കാര്യമായ എന്തോ കുഴപ്പമാൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ല പറയേണ്ടത്. ഒരാൾ കിണറ്റ് ചാടി വീണെന്ന് വിചാരിക്കുക, നമ്മളെന്താ പറയുക? അവന് കാര്യമായ അദാബ് അല്ലാഹ് കൊടുത്തത് തന്നെയാണ്, ഉറപ്പാണത്. നമ്മളാരാ അതൊക്കെ പറയാൻ? ഒരു മനുഷ്യന് ട്രെയിൻ തട്ടി മരിച്ചു എന്ന് വിചാരിക്കുക, ചതഞ്ഞരിഞ്ഞു പോകില്ലേ? ബസ് തട്ടി മരിച്ചു, ബൈക്കിടിച്ചു, ബാക്കിൽ KSRTC വന്ന് കയറി ഇറങ്ങി പോകുന്നു, കാണുന്നില്ലേ? എത്രയോ നല്ല മനുഷ്യന്മാർ ബൈക്കിലിങ്ങനെ പോവുക, തേങ്ങ വീഴുന്നു തലയിലേക്ക്, ആദ കിടക്കുന്ന റോഡിൽ, അപ്പോഴേക്ക് അടുത്ത വണ്ടി വന്ന് കയറിപ്പോകുന്നു. വാരിയെടുക്കേണ്ടി വരും ചിലപ്പോൾ. വലിയ വലിയ ആക്സിഡൻറ്റ്, ട്രെയിൻ അപകടം കണ്ടില്ലേ നോർത്ത് ഇന്ത്യയിലെ? മനുഷ്യന്മാരെങ്ങനെ ചാക്കേറിയണ പോലെ എറിഞ്ഞത്. സുബ്ഹാന റബ്ബി. മനുഷ്യന്റെ മുഖം കാണാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞു പോകും ചിലപ്പോൾ. ഫ്ലൈറ്റ് ആക്സിഡന്റ് നടക്കുന്നില്ലേ? ഫ്ലൈറ്റുകൾ നേരെ പോയി വീഴുന്നില്ലേ? അപകടങ്ങൾ വളരെ കുറവാണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ വാഹനം ഫ്ലൈറ്റാണെന്നാണ് പറയൽ. ലോകത്ത് അപകടം നടക്കാത്ത സാധനം ഫ്ലൈറ്റ് യാത്ര എന്നാണ് പറയാം. വളരെ ലക്ഷക്കണക്കിന് ഫ്ലൈറ്റ് പൊങ്ങിയിറങ്ങണില്ലേ ഓരോ ദിവസവും ലോകത്ത് ലക്ഷക്കണക്കിന് ഫ്ലൈറ്റുകൾ പൊങ്ങിയിറങ്ങുന്നുണ്ട്. അപകടം നടക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ ഒന്നല്ലേ. പക്ഷേ ചില അപകടങ്ങളെ കണ്ടാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം മാറിയിട്ടുണ്ടാവും, കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം നമ്മളെ വക ഡയലോഗ് വരും, അത് കിട്ടേണ്ടത് തന്നെ, ഞാൻ അന്നേ പ്രതീക്ഷിച്ചത്, അപ്പോൾ ഇങ്ങനെ മരിക്കുള്ളൂ. ഒരിക്കലും പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? ആ മരിച്ച ആള് സ്വാലിഹായ മനുഷ്യനാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് സ്വാലിഹായ ആളാണോ ആ മരണം അയാൾക്ക് ഖൈറാണ്, സ്വാലിഹല്ലേ അത് ശിക്ഷയാണ്. ഇങ്ങനെയാണ് നമ്മൾ വിധി കൽപ്പിക്കുക. നല്ലൊരു സ്വാലിഹായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാണാണോ ഒരു പെണ്ണാണോ, അവർ എങ്ങനെ മരിച്ചാലും ആ മരണം അവർക്ക് ഖൈറാണ്. ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും വീണ് മരിക്കുക. അപ്പോൾ ചിലർ പറയും ബാത്റൂമിലാണോല്ലോ മരിച്ചത്, എന്താ അപ്പോൾ ചെയ്യുക? മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? നാളെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, മരിച്ചാൽ പിന്നെ കറാമത്തിൻ്റെ സ്റ്റോറി ചെയ്തല്ല പടി എല്ലാവർക്കും ഇരുന്നിട്ട്. ആൾ ചെയ്താത്ത ഒക്കെ പറഞ്ഞിട്ട് ഉറക്കണ കെലിമല്ലി മരിച്ചു, ഇവിടെ 4 മാസമായിട്ട് മുണ്ടാൻ കിടക്കാത്ത മനുഷ്യനായിരിക്കും. ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അന്ത്യം തീരുമാനിക്കപ്പെടുന്നവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നോക്കിയിട്ടാണ്. അത് അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. നമുക്ക് പ്രത്യക്ഷത്തിൽ വിധി പറയാനേ പറ്റൂ. മുഅ്മിനായ മനുഷ്യന് ഏതു തരത്തിലുള്ള മരണമാണെങ്കിലും ഖൈറാണ്. യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ തല അറുത്തു കൊണ്ടുപോയിട്ടുണ്ട്, അറിയോ? ആരാ യഹ്യാ നബി? അള്ള പേരിട്ട മോനാണ്. യഹ്യാ നബി അലൈഹിസ്സലാം ആരുടെ മോനാ? സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകൻ. ഇവർ ജീവിച്ചത് ജോർഡാനിൻ്റെ ബോർഡറിലാണ്, അരീഹയിൽ, ജെറിക്കോ എന്ന് പറയും. 5000 കൊല്ലം പഴക്കമുള്ള ലോകത്തെ അതിപുരാതന നഗരം ജെറിക്കോ. അത് കഴിഞ്ഞിട്ടാണ് ഫലസ്തീനിലേക്ക് പോവുക നമ്മൾ. ജോർഡാൻ നദി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ദൂരമുള്ളൂ. അരീഹ എന്ന അറബിയിൽ പറയും ജെറിക്കോ. തല അറുക്കപ്പെട്ടു. ആരുടെ? യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ. സക്കരിയ നബിൻ്റെ മോനാണ്. അള്ളാഹു എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തിനിരുന്ന റൂമുണ്ട്, മെഹ്റാബ്. ആ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂം എന്നാണ് അവിടെ അർത്ഥം, അല്ല ഇമാം നിൽക്കുന്ന മെഹ്റാബ് അല്ല. മറിയം ബീവിൻ്റെ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂമെന്നാ, ഗുർഫത്ത് എന്നതിൻ്റെ അർത്ഥം. ആ റൂമിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തപ്പോൾ കിട്ടിയ മോനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹ് പറഞ്ഞു ഫസ്തജബ്നാ ലഹു, സക്കരിയ നബിക്ക് നാം ഉത്തരം കൊടുത്തു, സ്വാലിഹായ ഒരു മോനെ തരാമെന്ന് പറഞ്ഞു. ആ മോനെ നാം പേരിട്ടു യഹ്യാ. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ആ യഹ്യ എന്ന പേരുള്ള ഒരു കുട്ടി മുമ്പ് ഒരു കുട്ടിക്ക് അങ്ങനെ പേരിട്ടിട്ടില്ല. ആദ്യമായി പേരിട്ടത് ഈ കുട്ടിക്കാണ്, യഹ്യ എന്ന് അള്ള പേരിട്ട് കൊടുത്ത മോൻ. എന്താ അവസാനം? അന്നത്തെ ഡെഫ്യൂഷ്യസ് രാജാവ് തലയെറുത്തു കൊന്നു. ഹെറോഡസ്, ഡെഫ്യൂഷ്യസ് അല്ല, ഡെഫ്യൂഷ്യസ് അസ്ഹാബുൽ കഹ്ഫിന്റെ കാലത്തെ രാജാവാണ്. ഹെറോഡസ് രാജാവ് തലയെറുത്തു. എന്തിനു വേണ്ടിയെന്നറിയോ? ഒരു അഭിസാരിക വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിന് കാഴ്ചവെക്കാൻ, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആരുടെ തല? യഹ്യാ നബി അലൈഹിസ്സലാം. വാപ്പ നബിയാണ്. കസിനാണ് ഈസാ നബി അലൈഹിസ്സലാം, അവര് നബിയാണ്. പ്രവാചകന്മാരുടെ കുടുംബമാണ്. ഹന്നത്ത് ബീവി, മറിയം ബീവി, ഇവരൊക്കെ ബന്ധുക്കളാണ്. യാ അല്ലാഹ്. അതുകൊണ്ട് യഹ്യാ നബിയുടെ സ്ഥാനം കുറഞ്ഞോ? യഹ്യാ നബി അലൈഹിസ്സലാമിനെ തലയെറുത്തു. ആ തല അറുത്തുന്നത് മാത്രമല്ല, മഹാനവരുടെ കൈകൾ പോലും ഛേദിച്ചിരുന്നു. ആ കൈയിൻ്റെ ഒരു എല്ലിൻ്റെ ഭാഗം
തുർക്കി മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്, ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിൽ. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു മരത്തിൻ്റെ ഉള്ളിലേക്ക് അഭയം പ്രാപിച്ചത്. മരങ്ങൾ തുറന്നു കൊടുത്തു, മഹാനവർ ഉള്ളിലേക്ക് കയറി. മരത്തെ മുറിച്ചു സക്കരിയ നബി അലൈഹിസ്സലാമിനടക്കം. മരം കൊണ്ട് ഈർന്നു. മരത്തിനുള്ളിൽ ആരുണ്ടായിരുന്നു? സക്കരിയ നബി അലൈഹിസ്സലാം. വല്ല പ്രയാസമുണ്ടോ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങളെ, അറബ് ലോകത്ത് പരിചയമില്ലാത്ത ക്രൂരതയാണ് അന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്തത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട്. അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം. റസൂലുള്ളാഹിന്റെ പുതിയാപ്പിളയല്ലേ, ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമയല്ലേ. ആ മരണം കൊണ്ട് വല്ല പ്രയാസം ഉണ്ടായോ? ഇല്ല. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് മാത്രമല്ല, നെഞ്ച് പിളർന്നിട്ട് കരൾ പുറത്തെടുത്തിട്ട് ഹിന്ദ് ബിൻ ഉത്ബ റളിയല്ലാഹു അൻഹയാണ് സഹാബിയത്തായി മാറിയവരെ. പക്ഷെ അന്ന് ദേഷ്യം കൊണ്ട് ഹംസ തങ്ങളുടെ കരൾ കടിച്ചു തുപ്പിയില്ലേ? ഹംസ തങ്ങൾക്ക് വല്ല കുഴപ്പം വരുമോ അതുകൊണ്ട്? ഇല്ല. എന്തുകൊണ്ട്? അവർ സ്വാലിഹീങ്ങളായിരുന്നു. സ്വാലിഹീങ്ങളായി കഴിഞ്ഞാൽ അവരുടെ മരണം മുഴുവൻ അവർക്ക് ഖൈറാൻ. അജ്ബതു ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് എനിക്ക് അത്ഭുതമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ. ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. ശരിക്കും മനസ്സിലാക്കണം, മുഅ്മിനായ മനുഷ്യന് എന്ത് സംഭവിച്ചാലും ആ ഖളാ അവർക്ക് ഖൈറാൻ. ജോലി കിട്ടിയാലും ഖൈറാ, ജോലി പോയാലും ഖൈറാൻ. വീട് പണി തുടങ്ങിയാലും ഖൈറാ, തുടങ്ങിയിട്ടില്ലെങ്കിലും ഖൈറാ. കടം ഉണ്ടെങ്കിലും ഖൈറാ, കടം ഇല്ലെങ്കിലും ഖൈറാൻ. അള്ളാഹുവിൻ്റെ ഖളാ. കുട്ടികൾ ഉണ്ടാവാൻ, കുട്ടികൾ ഉണ്ടായില്ല, ഖൈറാൻ. കുട്ടികൾ ഉണ്ടായി, ഖൈറാൻ. എന്തും അള്ളാഹു ചെയ്യുന്നത് മുഅ്മിനിന് ഖൈറാൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ, ഒരുപാട് വിഷമങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഖൈറ. ഇല്ലേ, അത് നിങ്ങൾക്കൊരു അദാബാണ്, പരീക്ഷണമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളെ വീക്ഷിക്കേണ്ടത്. നബി തങ്ങൾ പറയുകയാണ്, അജ്ബതു ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ട് പറയട്ടെ. ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. അല്ലാഹു എന്തവർക്ക് വിധിച്ചാലും ആ വിധി മുഴുവൻ അവർക്ക് ഖൈറാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വളരെ പ്രസിദ്ധമായ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ, എല്ലാം അത്ഭുതം, എല്ലാം അവർക്ക് നന്മയാണ്. ഇന്ന സ്വാബതുഹു സറാഉ ശകറ. സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാഹ് ഫകാന ഖൈറൻ ലഹ്. അതവർക്ക് ഖൈറാണല്ലോ. വഇന്ന സ്വാബതുഹു ദറാഉ സബർ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹ്. അതും അവർക്ക് ഖൈറാണല്ലോ. ഇത് രണ്ടുമല്ലാത്തത് എന്താണ് മനുഷ്യ ജീവിതത്തിലുള്ളത്? ഒന്നുകിൽ സന്തോഷം, അല്ലെങ്കിൽ ദുഃഖം. ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു, സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇത് രണ്ട് ചെയ്യുമ്പോഴും ഖൈറാൻ. അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതം മുഴുവനും ഖൈറാണ്. അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ. അള്ളാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വരുന്ന ഖളാഉകളിൽ ഖൈർ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഖൈർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ നല്ലൊരു സഹായം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ചെയ്തു കൊടുക്കണം. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കട്ടെ. ഒരു 3 സ്വലാത്ത് ഇരുന്നാലോ ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എണീറ്റൊന്ന് സ്ഥലക്കൊന്ന് സീറ്റ് അപ്പുറം മാറിയിരുന്നാലേ ഒരു ഉന്മേഷം ഉണ്ടാവും. കസാല കളി കളിക്കാനല്ല പോയി, കസാല വലിക്കരുതേ. സീറ്റൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. ഇതുവരെ ഇരുന്നിടുന്ന അപ്പുറത്തുനിന്ന് മാറിയിരുന്ന ഒരു ഉന്മേഷം കിട്ടുന്ന. പെണ്ണുങ്ങൾ ആരും നീക്കിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നുണ്ട്. ഒന്ന് എണീറ്റ് സ്വലാത്ത് ചൊല്ലിക്കോളി. പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാവർക്കും പറ്റും. ഇൻഷാ അല്ലാഹ് ഒരു ഉന്മേഷം കിട്ടിക്കോട്ടെ. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. مضاعفة. إلهي إن قلبي غير صاحي على الحالات من سكر الجناح ظننت الشيب يصلحني فهذا مشي بي أين آثار الصلاح. ഇലാഹി അല്ലാഹുവേ ഇന്ന ഖൽബി ഗൈറു സാഹി, എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ റബ്ബേ, എൻ്റെ ഹൃദയം ഉണർന്നിട്ടില്ല. നമ്മളൊക്കെ ഉറക്കത്തിലാണ്. ഉണർന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അധികപൂർവ്വം ആളുകൾ ഉറക്കത്തിലാണ്, കാര്യമറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ലോകത്തിങ്ങനെ മാസ്മരിക ലോകത്തിങ്ങനെ വിരാജിക്കുകയാണ്. മരണത്തിൻ്റെ ദൂതുമായ അസ്റായീൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരുമെന്ന് എന്ന തോന്നലോ ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ളൊരു ജീവിതം. പേടിക്കണ പോലുമില്ല. നമ്മളൊന്നും മരിക്കൂല, നാട്ടുകാർ മാത്രമേ മരിക്കുള്ളൂ, നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം. ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹി, പടച്ചവനെ എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ. അലൽ ഹാലാതി മിൻ സുക്രിൽ ജുനാഹി, അനന്തതയിലേക്ക് കണ്ണു നട്ട് കിടക്കുകയാണ്. ഒരുപാട് നേടണം, ഒരുപാട് ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റബ്ബേ, എനിക്ക് ബോധം വന്നില്ലല്ലോ. ظننت الشيب يصلحني فهذا مشي بي أين آثار الصلاح. നരബാധിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത്, നര വന്നാൽ നന്നാകുമെന്നാ വിചാരിച്ചത്. ഫഹാദാ മശീബി, പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു, പക്ഷേ ഐന ആഥാറുസ്സലാഹി, നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ. മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമയും കണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ. വയസ്സായിട്ടുണ്ട്, 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി. അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കുൽ മൗത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല. പോരെ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക? ഇതും പിടിച്ചിട്ടാകാരം പോവുക. ഒരു മനുഷ്യൻ യുബഅസു അലാ മാ മാത അലൈഹി, നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത്. കള്ളുകുടിച്ച ആളുകൾ കള്ളുകുടിയന്മാരായി മത്ത് പിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് നബി തങ്ങളുടെ ഹദീസിൻ്റെ അർത്ഥമാണ്. മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും. നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത പണികളാണത്. എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ് അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. സ്വാലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തെറ്റ് ചെയ്ത ആളുകളെ, തിന്മയെ സ്നേഹിച്ചവരെ, പിശാചിന്റെ പിന്നാലെ നടന്നവരെ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തിന്മ ചെയ്ത ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട്. പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ റൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരയണമേ. സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുന്യാവിനെ വീക്ഷിച്ചത്, അവരെത്രയാണോ ദുന്യാവിന് വില കൊടുത്തത്, അത്രേ റബ്ബേ ദുന്യാവിന് വില നൽകാൻ പാടുള്ളൂ. നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വീടുകളാവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ, നമ്മുടെ വാച്ചാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ, വസ്ത്രമാവട്ടെ, പാൻസാവട്ടെ, നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, എന്തായിരുന്നാലും ആഖിറത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. സ്വാലിഹീങ്ങൾ അങ്ങനെയാ കാണുക.
സ്വാലിഹീങ്ങൾ അങ്ങനെയാണ് കാണുക. അതിന് ഉദാഹരണം നമ്മൾ അബുദാബി ക്ലാസ് പറഞ്ഞിരുന്നു. മുനീർച്ച അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ അങ്ങാട് മുനീർച്ച ഹജ്ജിന് പോകാൻ വേണ്ടി വന്ന. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നലെ മിഞ്ഞാന്നല്ലേ യാത്രയപ്പ് നൽകിയത് മുനീർച്ച? ഇന്നലെ മിഞ്ഞാന്ന് വ്യാഴാഴ്ച അബുദാബിയിൽ നിന്ന് യാത്രയപ്പൊക്കെ മാഷാ അള്ളാഹ് നമ്മുടെ ഹാജിമാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇന്ന് ദുബൈ എയർപോർട്ടിലുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കണ്ടു. മാഷാ അള്ളാഹ് നമ്മുടെ ഉസ്താദിൻ്റെ കൂടെ, ഹസനി ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് ഹാജിമാരിന്ന് ഫ്ലൈറ്റിൽ പോയി ദുബൈയിൽ നിന്ന്. അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജ്, അവരുടെ യാത്ര ഒക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ, കബൂലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അവിടുത്തെ അബുദാബിയിലെ ക്ലാസ്സിൽ. കാറിൻ്റെ കഥ പറഞ്ഞതാ. ദുന്യാവിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കണം എന്നാ എനിക്ക് തോന്നുന്ന. ഒരു പഴയ കാർ, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളില്ലാത്ത വീടില്ല അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പണ്ടൊക്കെ ഒരു കാറായാൽ മതിയായിരുന്നു, 4 ടയറുണ്ടായ കാറിൽ വന്നു എന്നാ പറയാം. ഇന്നതല്ല, ഏത് കാറെന്ന് ചോദ്യം വരും, പിന്നെ ഏത് മോഡൽ എന്ന് ചോദ്യം വരും. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കാറിൽ വന്നതേ പറയുള്ളൂ. ഉമ്മ ഒരു കാറിലാണ് ഞങ്ങൾ പോയത്, ആ ചെറിയ മുട്ടക്കാറിലാണ് പോയിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം എത്രയായിരുന്നു അല്ലേ? എത്ര ദൂരം വരെ ഇവിടുന്ന് ഏർവാടിക്ക് അങ്ങോട്ട് പോവുക തന്നെ. മാരുതി 800-ലൊക്കെ യാത്ര പോവുക. അപ്പോൾ ആരെങ്കിലും പോരുമോ? കാഞ്ഞങ്ങാട്ടേക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കയറില്ല എന്നാ പറയാം അങ്ങനത്തെ കാറിൽ. അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു അല്ലേ? അന്ന് വലുതായിരുന്നു. പിന്നെ പുതിയ പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങല്ലേ. ഉദാഹരണം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു 2095 മോഡലോ 2000 മോഡലോ കാറുണ്ടെന്ന് വിചാരിക്കും. 23 കൊല്ലത്തെ പഴക്കമുണ്ടാവും ഇപ്പോൾ അല്ലേ? ആ കാറിങ്ങനെ നിൽക്കുമ്പോഴാണ് അളിയന് വന്നിട്ട്, അല്ലെങ്കിൽ ബഹ്റൈനിൽ നമ്മളെ അബ്ദുള്ള സാഹിബ് ഇവിടെ ഉണ്ട്, ബഹ്റൈനിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി വന്നത്. ഉസ്താദിന് ഭക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ, പടച്ചവനെ അള്ളാഹു കബൂലാക്കട്ടെ. ഞങ്ങളെങ്ങാനും ഭക്ഷണത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ഒരു കരാട്ട കാണുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അൽഹംദുലില്ലാ, ഭയങ്കര ക്ഷമയാണ്. നല്ല സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച വീട്ടുകാരും അവിടുത്തെ അവരുടെ ജ്യേഷ്ഠനുജന്മാരും ഉപ്പയും മക്കളൊക്കെ ഭയങ്കരമായ സ്നേഹവും നല്ല ഭക്ഷണവും. അള്ളാഹു അവർക്കൊക്കെ ഹൈറായി പ്രതിഫലം നൽകട്ടെ. കരാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചിരുന്നു കേട്ടോ, സത്യം വരാത്തതൊക്കെ. അപ്പോൾ അൽഹംദുലില്ലാ, ഷാഫി ഭയങ്കര പേടിച്ചിരുന്നു, നേരം വൈകി അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു കരാട്ടക്കാർ ഭയങ്കര ക്ഷമയായിരിക്കും എന്ന് പറഞ്ഞു. ഭയങ്കര ലാസ്റ്റ് ക്ഷമ കെട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അത് വേറെ വിഷയം. ലാസ്റ്റ് എൻ്റെ വരെ അവർ ക്ഷമിക്കും. അത് ശരിക്കൊരു സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന സാധനമാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ഒരു അടിയും കുത്തും പഠിക്കണതാണ്, അതല്ല. അത് ശരിക്ക് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന സംഗതിയാണത്. മാഷാ അള്ളാഹ്. ഏതായിരുന്നാലും ഒരു ഓഫർ ചെയ്തു നമ്മൾ അബ്ദുള്ള സാഹിബ് അവരുടെ കുടുംബക്കാരനോട് പറയാം, നിങ്ങളുടെ ആ പഴയ 2000 മുതൽ 99 മുതൽ കാറൊക്കെ നീ വിടും, ഞാൻ പുതിയ 2023 വാഹനം നിങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു ബ്രസ്സ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാഹനം, ഒരു ഗ്രാൻഡ് വിറ്റാറ, എന്നൊരു വണ്ടി ഇറങ്ങിയത് കണ്ടു, നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാ ഒരു പുതിയ വാഹനം, ഒരു പുതിയ മോഡൽ ഇന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ പഴയ വണ്ടി ശരിക്കും തോത്തി തുടച്ച് കൊണ്ടുവരുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുപോയി കൊടുക്കണത്. പുതിയത് കൊണ്ടുപോയി കൊടുത്താൽ മക്കളും ഭാര്യയും പിന്നെ പഴയതിൽ പോവുമോ? കയറൂല. അപ്പം നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങളിതിൽ വരാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഈ പുതിയ വാഹനത്തോടായി പിന്നെ അടുപ്പം. അപ്പോൾ അത് വൃത്തിയിൽ വെയിൽ കൊള്ളാതെ, പൊടി പിടിക്കാതെ, സ്ക്രാച്ചില്ലാതെ, അതിനെന്തെങ്കിലും വേദന വന്നാൽ കുട്ടിക്ക് പനി പിടിച്ച പോലെ ആയിരിക്കും. വണ്ടിക്കൊരു സ്ക്രാച്ച് വന്നാൽ അങ്ങനെ കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇതൊന്നും ചെയ്യരുതെന്ന് പറയാൻ എൻ്റെ അത്ര മനസ്സിലേക്ക് കൊടുക്കരുത്. നിങ്ങൾക്കൊരു പുതിയ വാഹനം കിട്ടിയാൽ ആ പഴയ വാഹനം പിന്നെ കാർ പോർച്ചിൽ പൊടി പിടിച്ച് കിടക്കും അല്ലേ? പിന്നെ എന്നും തുടച്ചുകൊണ്ടിരുന്ന ആ വണ്ടി, പഴയ വണ്ടി പിന്നെ നിങ്ങൾ എടുക്കാതെയാവും. പിന്നെ അത് മാസത്തിലൊരിക്കൽ കഴുകാൻ തുടങ്ങും, പിന്നെ അതും വിടും. 2 മാസം കഴിയുമ്പോൾ പൊടി പിടിച്ച്. അപ്പോൾ ആരോ പറയും, എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്, കൊടുത്ത് ഒഴിവാക്കിക്കൂടെ, എന്തെങ്കിലും കിട്ടണതായില്ലേ എന്ന് പറഞ്ഞ് ആ പഴയ വാഹനം നിങ്ങൾ ഒരു മൈൻഡില്ലാതെ വിടും. കിട്ടിയ പൈസ നിങ്ങൾ കൊടുക്കും അല്ലേ? അത് കൊടുത്തത് എപ്പോഴാണെന്നറിയോ? പുതിയത് കയ്യിൽ കിട്ടിയപ്പോൾ. ഈ പഴയ വാഹനത്തോട് നിങ്ങൾക്കുണ്ടായ മനസ്സിലെ ബന്ധം എത്രയാണോ, പുതിയത് കിട്ടിയപ്പം പഴയതിനോടുള്ള ബന്ധം, ആ ബന്ധമാണ് ദുന്യാവും പൈസയുമായി നമുക്കുണ്ടാവേണ്ടത്. ദുന്യാവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട്, അതിനെ വല്ലാണ്ട് കൽബിലേക്ക് കൊണ്ടു നടക്കരുത്. സാരല്ല, പൊടി പിടിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് പറയില്ല എന്ന പോലത്തെ ഒരു വിലയെ കൽബിലേക്ക് കൊടുക്കേണ്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സ്നേഹം കൊടുക്കേണ്ടത്. പ്രേമവും അനുരാഗവും അള്ളാഹുവിനും അവൻ്റെ റസൂലിനും കൊടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥിനികളെ, ജീവിതം എന്തൊരു മനോഹരമായിരിക്കുമെന്നോ. അല്ലാത്ത ബന്ധങ്ങളൊക്കെ ഹറാമിലേക്ക് എത്തുന്ന ബന്ധങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ, നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ പടച്ചവനെ, അരിനി ദുന്യാ, ദുന്യാവിനെ എൻ്റെ കണ്ണിൽ കാണിക്കണേ, കമാ അറൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്,
നിന്റെ അടിമകളിലെ സ്വാലിഹീങ്ങൾക്ക് നീ കാണിച്ചു കൊടുക്കുന്ന പോലെ. സജ്ജനങ്ങൾ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദുന്യാവിലെ സൗകര്യങ്ങളൊക്കെ ഒരു മനസ്സിലേക്ക് വല്ലാണ്ട് കൊടുക്കും. നിങ്ങൾ വീട് വെച്ചോളൂ, നിങ്ങൾ നല്ല വാഹനം വാങ്ങിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് വലിയ വില കൊടുക്കരുത്, ഖൽബിലേക്ക് അത് കയറ്റി വെക്കരുത്. അവിടെ പോർച്ചിരുന്നുകൊണ്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നല്ലാതെ വാഹനം കുടുംബത്തെക്കാളും വാഹനത്തും ഒരാൾ കൈവച്ചാൽ അടിക്കണ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടിമ്മ കൈവെക്കുകയാണ്, വെറുതെ ചാരി ഇന്നപ്പം കൈവച്ചായിരിക്കും. ഒരു അടിപിടി കൂടിയ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരെ ഏതോ തലശ്ശേരിയിൽ വെറുതെ കാലിങ്ങനെ വെച്ചതാ, വണ്ടിമ്മ ചാരി ഇന്നതാണ്. ഉടമ വന്നിട്ട് തല്ലിയ ഏതോ സ്റ്റേറ്റുകാരന് വലിയ പ്രശ്നമായിരുന്നു, ചർച്ചയായിരുന്നു. എന്തേ? അവൻ്റെ വണ്ടിമ്മ ചവിട്ടി. അത് ചളി തുടച്ചാൽ പോകുന്ന സാധനമല്ലേ. പക്ഷേ ഖൽബിലേക്ക് ദുന്യാവ് കയറിയാൽ പിന്നെ അത് പ്രശ്നമായി മാറും. പിന്നെ അള്ളാഹു ആ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങളെ പരീക്ഷിക്കുക. അത് അള്ളാഹുവിൻ്റെ രീതിയാണ്. നിങ്ങൾ ഏതിനേക്കാണോ ഖൽബ് കൊടുത്തത് അവിടെ അള്ളാഹു പ്രശ്നം തരും. നിങ്ങളുടെ കുഞ്ഞിനെ ഭയങ്കരമായ സ്നേഹം, പിടുത്തം വിട്ട സ്നേഹമാണെങ്കിൽ ആ കുട്ടിയിലൊരു പരീക്ഷണം കാണേണ്ടി വരും. പാകത്തിന് മതിയെന്നാ. വീട് ഭയങ്കര ഇതാ, അപ്പോഴേക്ക് തെങ്ങ് മറിഞ്ഞ് വീണ പൊളിയ. വാഹനം ഭയങ്കര സ്നേഹമാണ്, ആ പൊരുത്തം വന്ന് ഇടിക്കും. അല്ല KSRTC കൊളുത്തി വലിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? 500 പേര് വേണമെങ്കിൽ ഉപയോഗിക്കോ, കേസ് കൊടുത്തോന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കരമായ സ്നേഹം ഖൽബ് കൊടുക്കണ്ട, പാകത്തിന് മതി, പാകത്തിന് മതി. ദുന്യാവിന് അങ്ങനെ എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ അങ്ങനെ ഒരു ബന്ധം കൊടുത്താൽ ഇവിടെ നിന്ന് മരിച്ചു പോകാൻ വലിയ പേടിയായിരിക്കും. നമുക്കൊരു യാത്ര നിർബന്ധമാണ്. ഇത് വെറുതെ ഓപ്ഷണൽ യാത്രയല്ലല്ലോ. ആഖിറത്തിലേക്കുള്ള യാത്ര നിർബന്ധമായും നമ്മൾ ചെയ്തേ പറ്റും. ഹജ്ജും ഇവരൊക്കെ വേണമെങ്കിൽ ചെയ്തില്ല എന്ന് വെക്കാം, അല്ലേ? ഗൾഫൊക്കെ പോണ്ടേ ഒരുത്തൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, കുഴപ്പമില്ല. മരണം അങ്ങനെയാണോ? പോയല്ലേ പറ്റൂ. ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങിയേ പറ്റൂ. അതൊരുങ്ങാതിരുന്നാൽ പ്രശ്നം വരും. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സ്നേഹം കൊടുത്തത് അള്ളാഹുവിനാണ്, അവൻ്റെ റസൂലിനാണ്. ബിലാൽ തങ്ങൾ മരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ വാക്കാണത്. ഭാര്യ കരഞ്ഞപ്പോഴും, നീ എന്തിനായി കരയുന്നത്? ഞാൻ സന്തോഷിക്കുകയാണ്, ഞാൻ ഈ മരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ സ്നേഹനിധികളായ നബിയെ, എൻ്റെ സ്നേഹനിധികളായ സ്വഹാബിമാരെ അവരെ കാണാനാണ് നാളെ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ മരിച്ചു, അല്ലെങ്കിൽ നാളെ പകലിൽ മരിച്ചു. എൻ്റെ ഈ മരണം നല്ല സജ്ജനങ്ങളെ കാണാനുള്ള യാത്രയാണ്. ഞാൻ സന്തോഷത്തിലാണ്. പിന്നെ എന്തിനാ നീ കരയുന്നത്? ആ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ, ആ ഒരു ബോധം വേണമെങ്കിൽ ദുന്യാവിനോട്, ഭൗതികതയോടുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ചില അതിരുകൾ വെക്കണം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ്, പിടുത്തം വിട്ട സ്നേഹമാണ്, എന്തെങ്കിലും പരീക്ഷണം അവിടെ വരും. ഭാര്യയെ ഭയങ്കരമായ സ്നേഹമാണ്, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഭയങ്കര സ്നേഹമാണ്, പരീക്ഷണങ്ങൾ വരും. എവിടെയാണോ നമ്മൾ കൂടുതൽ സ്നേഹം ഇറക്കി വെക്കുന്നത്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിറകിൽ നിർത്തി എവിടെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, ആ ഭാഗത്ത് നിന്ന് പ്രശ്നം വരും. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. പടച്ചതമ്പുരാൻ അതുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, പുണ്യ നബി ദുആ ചെയ്യുന്ന ദുആയാണത്. അല്ലാഹുവേ, സ്വാലിഹീങ്ങൾക്ക് നീ എങ്ങനെയാണോ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത്, അവരുടെ വീക്ഷണ രീതികൾ എന്തൊക്കെയാണോ അതുപോലെ ലോകത്തെ കാണാൻ എന്നെ സഹായിക്കണമേ. തങ്ങൾ അങ്ങനെ ദുനിയാവിനെ കണ്ടിട്ടുള്ളൂ, തങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്വല്ലല്ലാഹു, നമുക്ക് വേണ്ടിയല്ലേ തങ്ങൾ ഈ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅലബ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട്, നബിയേ ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ, എനിക്ക് പൈസ തരാൻ അല്ലാഹുവിനോട് ദുആ ഇരക്ക് നബിയേ, അല്ലാഹുവിനോട് ദുആ ഇരക്കിൻ. ഒരു സ്വഹാബി വന്ന് പറഞ്ഞ ചരിത്രമുണ്ട്, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ. അപ്പോൾ പറഞ്ഞു നബി തങ്ങൾ, സഅലബ ഖലീലുൻ തഷ്കുറുഹു അലൈഹി ഖൈറും മിൻ കസീരിൻ ലാ തഷ്കുറു. കുറച്ച് പൈസ കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നതിനേക്കാൾ, അതാണ് ആ പൈസക്ക് നന്ദി ചെയ്യലാണ് നല്ലത്. കുറേ കാശുണ്ടായിട്ട് അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നതിനേക്കാളും. കുറേ സമ്പത്തുണ്ട്, അതിനൊന്നും ശുക്ർ ചെയ്യാൻ കഴിയില്ല. കുറച്ചേ ഉള്ളൂ, ഉള്ളതിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ചെറിയ ഭക്ഷണം വീട്ടിൽ വന്നാൽ സ്വാദോടുകൂടെ കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ കഴിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ ഉരുളക്കും ഓരോ ബിസ്മി അൽഹംദുലില്ലാഹ് ചൊല്ലേണ്ടി വരും. അങ്ങനത്തെ വിഭവങ്ങളല്ലേ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയാണോ? അന്നൊരു ഉണക്കറൊട്ടിയും ഉപ്പിൻ്റെ കല്ലുണ്ടാവും, അല്ലെങ്കിൽ ജെയ്ത്തിൻ്റെ എണ്ണ ഉണ്ടാവും, ഒലീവിൻ്റെ ജെയ്ത്തൂനിൻ്റെ എണ്ണ. കഴിഞ്ഞു. അന്നത്തെ വലിയ വിഭവം അതാണ്, പച്ചവെള്ളവും.
ഇന്ന് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ തീന്മേശയിലേക്ക് വരുന്നത്. ഓരോ ഉരുളക്കും ഓരോന്നിനും വിസ്മി ചൊല്ലേണ്ടി വരും. ചൊല്ലണം നിർബന്ധമായിട്ടല്ല ഞാൻ പറയുന്നത്, ശുക്രായിട്ട് മിനിമം നമുക്ക് ചൊല്ലണമെന്ന് തോന്നിപ്പോവാൻ. അള്ളാഹു ഇതൊക്കെ അനുഗ്രഹങ്ങളല്ലേ പടച്ചവനെ. അതുകൊണ്ട് തഅലബ സമ്പത്ത് വേണോ? കുറച്ച് അതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലേ. കുറേ അള്ളാഹ് തരുമ്പോഴേ പടച്ചവനെ വേണ്ടാന്ന് വരും, അള്ളാഹുവിനെ മറന്നുപോകും, ദീന് വേണ്ടാന്ന് തോന്നും, നിസ്കാരത്തിന് വരാതെയാകും, ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാതെയാകും. വേണം നബിയെ, എനിക്ക് പൈസ വേണം. തങ്ങൾ പറഞ്ഞു, തഅലബ വേണോ? ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇക്കാണുന്ന പർവ്വതങ്ങളെ സ്വർണമാക്കി മാറ്റിത്തരാൻ അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. നബിയെ, എനിക്ക് പൈസ വേണം. നബി തങ്ങൾ പറഞ്ഞു വീണ്ടും, തഅലബ കുറച്ച് കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യലാണ്. ഒരുപാട് കയ്യിൽ വന്നിട്ട് അതിന് നന്ദി ചെയ്യാൻ കഴിയാതെ പോകുന്നതിനേക്കാളും നല്ലത് ഉള്ളതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലയോ തഅലബ. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, നബിയെ എനിക്ക് പൈസ വേണം. അല്ലാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മർസുഖ്ഹു മാല, പടച്ചവനെ തഅലബക്ക് പൈസ കൊടുക്കണമേ. മഹാന്മാർ പറയാം, ആടിൻകുട്ടികളും ആട്ടിൻപറ്റവും കന്നുകാലികളും ഒട്ടകങ്ങളും പുഴുക്കൾ പെരുകുന്ന പോലെ പെരുകിയതാണ്. മദീനയിൽ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാണ്ടായി. അപ്പോൾ സ്ഥലം മാറിപ്പോയി. അതുവരെ ഓരോ വക്തിനും നിസ്കരിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ ജുമുഅക്ക് മാത്രം വരുന്ന അവസ്ഥയായി. പിന്നെയും പെരുക. തങ്ങളുടെ ദുആയല്ലേ, അല്ലാഹുമ്മ ർസുഖ്ഹു മാല. മദീനയുടെ ഔട്ട്സ്കേർട്സിലാണ് അവർ താമസിക്കുന്നത്, മദീനയുടെ പുറം സബർബിൽ. അവിടെ മൃഗങ്ങൾ നിറയാണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജുമുഅക്ക് വരാൻ കഴിയാതെ വീട്ടിൽ നിന്നായി നിസ്കാരം. നോക്കണേ, അല്ലാഹുവിൻ്റെ ഹബീബ് യാത്രാ സംഘങ്ങൾ വരുമ്പോൾ ചോദിക്കും, മാ ഫഅല തഅലബ, തഅലബക്ക് എന്തു പറ്റി കാണുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നബിയേ ശഗലതുഹു അംവാലുഹു, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോയതാണ്, ഇവിടേക്ക് വരാൻ പിന്നെ സമയം കിട്ടുന്നില്ല. അങ്ങനെയായിപ്പോയി. ഹബീബായ നബി തങ്ങൾ സക്കാത്ത് പിരിക്കാൻ ആളയച്ചു. ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും ഈ തഅലബ തങ്ങളിൽ നിന്നും സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. സക്കാത്തിന് വേണ്ടി ആള് വന്നപ്പോൾ തഅലബ തങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ബനൂ സലമയിൽ ഒരാളെ കാണാനില്ലേ? അയാളെ കണ്ട് തിരിച്ചു വരിൻ, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും. നബിയെ, അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് സക്കാത്ത് എടുക്കണം, നിർബന്ധമാണ്. നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കണം. അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനാണത്, അവരെ ശുദ്ധീകരിക്കാനാണത്. വസല്ലി അലൈഹിം, സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. ഇന്ന സ്വലാതക സകനുൻ ലഹും, അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. ഖുർആൻ പറഞ്ഞു. തഅലബ തങ്ങൾ തിരിച്ചു വന്ന നബി തങ്ങളുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇത് ഇന്ന ഹാദിഹി ജിസിയ, ഇത് ടാക്സ് അല്ലേ? സക്കാത്ത് ചോദിച്ചതിന് ഇത് ടാക്സ് ആണല്ലോ, ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ തഅലബ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ നബി തങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങൾ വിഷമിച്ചിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, തഅലബക്ക് നഷ്ടമാണ്, തഅലബക്ക് നഷ്ടം സംഭവിച്ചു പോയല്ലോ. അവർ വന്നു പറഞ്ഞു, നബിയെ തഅലബ തരാൻ കൂട്ടാക്കിയില്ല, തങ്ങൾ വഫാത്തായി. പിന്നെ വഫാത്താന് മുമ്പ് വരെ തങ്ങളുടെ അടുത്ത് വീണ്ടും വന്നു അദ്ദേഹം, നബിയെ ഞാൻ തരാം നബിയെ, എൻ്റെ സമ്പത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു. തങ്ങൾ വിഷമിച്ചു എന്ന് ഇവർ അറിഞ്ഞു. പക്ഷേ എന്തോ തങ്ങൾ സ്വീകരിച്ചില്ല. സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു, സമ്പത്ത് വേണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞു. ചോദിച്ചു വാങ്ങിയതാണ്, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു നബി തങ്ങൾ. ചിലപ്പോൾ അങ്ങനെയാ, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോകും. ഖൈറുൻ തഷ്കുറുഹു, കുറച്ചുണ്ട് അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്, അതാണ് ഒരുപാടുണ്ടായി ശുക്ർ ചെയ്യാതിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത്, എത്രയോ നല്ലത് ഉള്ളതിന് തൃപ്തി ചെയ്ത് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം സക്കാത്ത് പിരിക്കാൻ വന്നപ്പോൾ തഅലബ കൊണ്ടുകൊടുത്തു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പുന്നാര നബി സ്വീകരിക്കാത്തത് തഅലബ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞു. ഉമർ തങ്ങളുടെ കാലം വന്നു. ഉമർ എന്നവര് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഹബീബും സിദ്ദീഖായ അബൂബക്കർ എന്നവരും സ്വീകരിക്കാത്തത് ഉമറിന് സ്വീകരിക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ കാലഘട്ടമായപ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെടുകയാണ്. സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല.
ദുന്യാവ് ലഭിച്ചു കഴിഞ്ഞതിൻ്റെ മേൽ അദ്ദേഹം പരാജയപ്പെടുകയാണുണ്ടായത്. ദാരുണമായൊരു അനുഭവമാണ്. ഈ സംഭവത്തിൻ്റെ സുഹത്തും ദുഅഫിലും അലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിൽ വലിയൊരു മഅനയുണ്ട്. ആ മഅന അല്ലാഹുവേ അരിനി ദുന്യാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, പടച്ചവനെ നിന്റെ സജ്ജനങ്ങളായ നല്ല മനുഷ്യർക്ക് ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് ഈ ദുന്യാവിനെ കാണിച്ചു തരയണമേ എന്ന നബിയുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്സാരമാണിത്. സ്വാലിഹീങ്ങൾ ഇതിനെ കാണുന്നൊരു രീതിയുണ്ട്. എത്ര കാശുള്ള മുതലാളിമാർ ഇതിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന ഹോൾസെയിൽ കച്ചവടക്കാരനാ, റീറ്റെയിൽ അല്ല, ഹോൾസെയിൽ കച്ചവടക്കാരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന 10 പേരിൽ ഒരാൾ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേര് കേട്ട കച്ചവടക്കാരനാണ്. പക്ഷേ കൊടുക്കുക ചെയ്തത് അല്ലാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി. മനസ്സിലേക്ക് കൊടുത്തിട്ടില്ല, മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ സജ്ജനങ്ങളുടെ മാർഗം സ്വീകരിക്കണമെന്നും സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ, അല്ലാഹുവേ സജ്ജനങ്ങളുടെ മാർഗം തരണേ എന്ന് ചോദിക്കുമ്പോൾ പൈസക്ക് വേണ്ടി തെറ്റുകയോ പൈസക്ക് വേണ്ടി പിണങ്ങുകയോ ചെയ്യുന്നത് സജ്ജനങ്ങളുടെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കിട്ടിയത് പോരാ എന്ന് പറയുകയും വിവാഹത്തിൻ്റെ പേരിൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നത്, വീട് പണി നടക്കുമ്പോഴോ വീട്ടിലെന്തെങ്കിലും മാമൂലുകൾ നടക്കുമ്പോഴോ കൊണ്ടുവന്നത് മതിയായില്ല എന്ന് പറയുന്നത്, ഇത് ദുന്യാവിനോടുള്ള ആർത്തിയാണ്, അലച്ചയാണ്, സ്വാലിഹീങ്ങളുടെ അടയാളമേ അല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളതല്ല. ഇത് പോരെന്നോ ഇത് മതിയായില്ലെന്നോ എന്ന് പറയുന്നത്, അതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ സന്തോഷിക്കുക വേണ്ടത്, പിന്നെ അവിടെ അടിയുണ്ടാവുക, പിന്നെ പിണങ്ങലാണ്, പിന്നെ തെറ്റലാണ്, പിന്നെ മിണ്ടാതെ ആവലാണ്. ഇഷ്ടംപോലെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടേ വലിയ ഫംഗ്ഷൻ നടത്തിയിട്ട് പിന്നെ പിണങ്ങ. നമ്മൾ പറയും ഗൾഫിലൊക്കെ ഉണ്ട്, അറബി പല നാട്ടിൽ നിന്ന് വന്ന മനുഷ്യന്മാരുണ്ടാവുമല്ലോ, പല ഫാമിലികളും. അധികം അവിടെയുള്ള ഈ വൈറ്റ് അറബ്സ് വലിയ ഫുഡും ചുട്ടതും കരിച്ചതൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് സൂപ്പറൊക്കെ വിരിച്ച് 2 മണിക്കൂറൊക്കെ ഇരുന്ന് അവസാനം ഒരു തല്ലി പിരിയല. ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സന്തോഷിച്ച് എണീറ്റ് പോകുന്നവർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ട് വലിയൊരു കുടുംബ സംഘമായിരിക്കും, അതങ്ങ് പിരിയും, അടിച്ചു പിരിയും. എന്ന പോലെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കൊണ്ടതിൻ്റെ ക്വാളിറ്റി മതിയായില്ല, അതിൻ്റെ ബ്രാൻഡ് മതിയായില്ല, അത് ഇത്രയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ആരങ്ങോട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്? സ്വാലിഹീൻ കുട്ടികളാ? കുഴപ്പമില്ല, കളിച്ചോട്ടെ, പിള്ളമാർ കളിച്ചോട്ടെ. إن طيب الكسب كسب التجار الذين إذا حدثوا لم يكذبوا. കുട്ടികൾ നിർത്താനുള്ള സിഗ്നൽ നന്നായിരിക്കും ചിലപ്പോൾ, അല്ലേ? അതെ, സിഗ്നൽ നന്നായിരിക്കും. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സ്തംഭിപ്പിക്കും. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കച്ചവടക്കാരെ സംബന്ധിച്ച, കച്ചവടക്കാർ ഭയങ്കര സംഭവമായിട്ടാണ്. യഅലം അന്ന ഔനല്ലാഹി മഅ സ്വാലിഹി തുജ്ജാർ. പുണ്യ നബിയുടെ ഹദീസാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടത്, യഅലം, അറിയണേ സഫ്വാനെ, അന്ന ഔനല്ലാഹ്, അല്ലാഹുവിൻ്റെ സഹായം വരുന്നത് മഅ സ്വാലിഹി തുജ്ജാർ, സജ്ജനങ്ങളായ നല്ല മനുഷ്യരായ കച്ചവടക്കാരിലൂടെയാണ്. സ്വാലിഹീങ്ങളുടെ കഥയെ നമ്മൾ പറഞ്ഞു പോരുന്നത്. സജ്ജനങ്ങളായ കച്ചവടക്കാർ, സ്വാലിഹീങ്ങളായ കച്ചവടക്കാർ അവരുണ്ടെങ്കിൽ ആ നാട്ടിൽ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. ആരായി സജ്ജനങ്ങളായ കച്ചവടക്കാർ? ഇന്ന തുയബൽ കസ്ബി കസ്ബുത് തുജ്ജാർ. ഹബീബായ നബി ഞങ്ങൾ പറയുന്ന ഹദീസ് മഹാനായ ഇമാം ഇബ്നു അബി ഹാത്തിം എന്നവരുടെ ഇലലിൽ ഉദ്ധരിക്കുന്നു. ഇന്ന തുയബൽ കസ്ബി, ഏറ്റവും നല്ല അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, കസ്ബുത് തുജ്ജാർ, കച്ചവടം ചെയ്ത് കച്ചവടക്കാരുണ്ടാക്കുന്ന പൈസയാണ്. എങ്ങനത്തെ കച്ചവടക്കാർ? അല്ലദീന ഇദാ ഹദ്ദസൂ ലം യക്ദിബൂ. സ്ഥലക്കച്ചവടക്കാരുണ്ടാവും, ബ്രോക്കർമാരോട് ഇരിക്കുന്നുണ്ടാവും, ചെറിയ റീറ്റെയിൽ കച്ചവടക്കാരുണ്ടാവും, ഹോൾസെയിലുകാരുണ്ടാവും, ഗൾഫിലുള്ളവരുണ്ടാവും, പലയിടങ്ങളിലുള്ളവരുണ്ടാകും. എല്ലാവരും ഒന്ന് കേൾക്കണേ, നമ്മുടെ നബി നമ്മളോട് പറയാ, സല്ലല്ലാഹു, ഹബീബിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. അതായി പറഞ്ഞിരുന്നത്.
ഇന്നാ തുയബൽ കസ്ബി, നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഏറ്റവും നല്ല അധ്വാനം കസ്ബു തുജാർ, നിങ്ങളിലെ കച്ചവടക്കാരുടെ അവരുടെ സമ്പാദ്യങ്ങളാണ്. എങ്ങനത്തവർ? അല്ലദീന ഇദാ ഹദ്ദസൂ ലം യക്ദിബൂ, അവർ സംസാരിക്കുമ്പോൾ നുണ പറയില്ല. വഇദാ വഅദൂ ലം യുഖ്ലിഫൂ, അവർ കരാറ് ചെയ്താൽ ആ കരാറ് പൊളിക്കുകയില്ല. വഇദാ തുമിനൂ ലം യഖൂനൂ, അവരെ വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ അവർ വഞ്ചന ചെയ്യൂല. വഇദശ്തറൗ ലം യദുമ്മൂ, അവരെന്തെങ്കിലും നിങ്ങളെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ കുറ്റം പറയൂല. വഇദാ ബഅൂ ലം യംദഹൂ, നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനവർ പുകഴ്ത്തി പറയുകയും ഇല്ല. എങ്ങനെയെന്നറിയോ? ഒരു പഴയ ബൈക്ക് കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോയിക്കണം. അപ്പം എന്താ പറയുക? ഇതിപ്പോൾ ആരും എടുക്കണില്ല, എനിക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് പോയിക്കോ, നാളെ നിങ്ങൾ ആളെ വിടുക, ഈ മോഡൽ സാധനം കിട്ടാണ്ടോ. അല്ല, അത് തീരെ കിട്ടാനില്ല, ഒരു സാധനം ഇവിടെ എത്തിക്കണം, അതിന് ഇത്ര എനിക്ക് വില കിട്ടണമെന്ന് പറയും. നിങ്ങൾക്ക് തന്നതിൻ്റെ 10 ഇരട്ടിക്ക് വിൽക്കുവർ. വാങ്ങിക്കുമ്പോൾ എന്താ പറയുക? അതിന് ആളില്ല, ഗോളേരില്ല, ചിലവാകില്ല. അതാണ് നബി തങ്ങൾ പറയുന്നത്, വഇദശ്തറൗ ലം യദുമ്മൂ, അവരിങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ, അപ്പോൾ പഴയ സാധനം വാങ്ങി പുതിയത് കൊടുക്കൂലേ, അല്ലെങ്കിൽ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യൂലേ, അവരെന്തെങ്കിലും നിങ്ങളെന്ന് സ്വീകരിക്കുമ്പോൾ ലം യദുമ്മൂ, അവർ കുറ്റം പറയൂല. ഉള്ളതിനെ ഉള്ളതുപോലെ പറയാം. അങ്ങനെ ചെയ്താൽ പോരെ? അപ്പം അങ്ങ് പറയും ഇതിന് തീരെ മാർക്കറ്റില്ല, ഇത് പറ്റി പാർട്സ് കിട്ടാനില്ല. എവിടെ? എല്ലായിടത്തും കിട്ടാനുള്ളതായിരിക്കും, എന്നാലും പറയും അങ്ങനെ, ഇതിപ്പോൾ ആർക്കും വേണ്ട. പിന്നെ ഒരു വെറുതെ, നിനക്ക് വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ വെച്ച് പോയിക്കോ, ഞാൻ വിറ്റോളാന്ന് പറയും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വിൽക്കാൻ ചെന്നാലോ ആ കൊടുത്തവരൊക്കെ ഒരിക്കലും തിരിച്ചു കിട്ടൂല, പിന്നെ 2 ഇരട്ടി കൊടുക്കേണ്ടി വരും. വഇദാ ബഅൂ ലം യംദഹൂ, അവർ വിൽക്കുകയാണെങ്കിൽ അവർ അമിതമായി പുകഴ്ത്തി പറയുകയും ഇല്ല. ഉള്ളത് പറഞ്ഞാൽ മതി. അതാണ് നബി ഞങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കുറ്റം പറയും, കൊടുക്കുകയാണെങ്കിൽ നന്നായി പുകഴ്ത്തി പറയും ചെയ്യും. അങ്ങനത്തവരല്ല. വാക്കുകൾ പറയുമ്പോൾ നുണ പറയുന്നവരല്ല, കരാറ് ചെയ്താൽ അത് പൊളിക്കുന്നവരല്ല, വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് വഞ്ചിക്കുന്നവരുമല്ല. ഫഇദാ കാന അലൈഹിം ലം യംതുലൂ, അവരിൽ നിന്ന് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടെങ്കിൽ അവരെ തരാ എന്ന് പറഞ്ഞവർ നീട്ടിക്കൊണ്ടുപോകില്ല. കാശുണ്ടായിട്ട് തരാതിരിക്കുന്ന പണി അവർ ചെയ്യൂല. വഇദാ കാന ലഹും ലം യുഅസ്സിറൂ, അവർക്ക് കിട്ടേണ്ട പൈസയാണെങ്കിൽ അത് വാങ്ങിക്കാൻ അവർ ബുദ്ധിമുട്ടാക്കുകയുമില്ല. ചില ആളുകൾ കച്ചവടം നടന്നു കഴിഞ്ഞു, പക്ഷേ അതിനുശേഷം പരാജയത്തിലായിരിക്കും. അപ്പോൾ കുറച്ച് സാവകാശം ചോദിക്കും. ആ സാവകാശം കൊടുക്കാതെ എനിക്കിപ്പോൾ വേണം, അല്ലെങ്കിൽ പോയി കേസെടുക്കും. പീഡിപ്പിക്കുന്നവർ, ഭീഷണിപ്പെടുത്തുന്നവർ അങ്ങനെയുമല്ല സത്യസന്ധരായ കച്ചവടക്കാർ. ഇന്ന ഇഅലം അന്ന ഔനല്ലാഹി മഅ സാലിഹി തുജാർ, അറിയണേ സഫ്വാൻ ഇബ്നു ഉമയ്യ, അല്ലാഹുവിൻ്റെ സഹായം സ്വാലിഹീങ്ങളായ കച്ചവടക്കാരുടെ കൂടെയുണ്ട്. നല്ല കച്ചവടക്കാർ, അങ്ങനത്തെ കച്ചവടം ചെയ്യാൻ കച്ചവടക്കാർക്ക് സാധിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നുണ പറഞ്ഞിട്ട കച്ചവടങ്ങളും അധിക കൂറും നടക്കുന്നത് എന്ന് പറയുമ്പോൾ വേദനയുണ്ടെങ്കിലും പറയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ നുണ പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ലാ യബീഊന അലാ ബൈഇ മുസ്ലിമിൻ, കച്ചവടത്തിൻ്റെ ചില നിയമങ്ങളാണ്. ഒരു മുസ്ലിമായ മനുഷ്യനൊരു കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ ഞാൻ 10 രൂപ ഏറെ തരാമെന്ന് അതിൻ്റെ മീതെ കച്ചവടം ചെയ്യാൻ പാടുള്ളതല്ല. കച്ചവടം ഉറപ്പിച്ചു പോയതാണ്. കല്യാണം അങ്ങനെയാണ്. ഒരു ചെറുക്കനോട് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ മേൽ പിന്നെ ഒരാൾ ഖിത്ബത്ത് നടത്തരുത്, വിവാഹ ആലോചന നടത്തരുത്. എനിക്ക് കെട്ടിച്ചരോ എന്ന് പറയരുത്. എന്തേ? അതൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. അതന്നെ, അത് മാനസിക വേദനകൾ ഉണ്ടാക്കും. ഒരു കച്ചവടം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറെ തരാം എന്ന് പറഞ്ഞ് ബൈഉൻ അലാ ബൈ, ചെയ്ത കച്ചവടത്തിൻ്റെ മീതെ കച്ചവടം ചെയ്യാൻ പാടില്ല. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അർറജുലു സ്വാലിഹു യഅതി ബിൽ ഖബരി സ്വാലിഹ്, നല്ല മനുഷ്യർ നല്ല വാർത്തകളാണ് കൊണ്ടുവരിക. വറജുലു സൂഉ യഅതി ബിൽ ഖബരി സൂ, ചീത്ത മനുഷ്യർ എപ്പോഴും ചീത്ത വാക്കുകളായിരിക്കും കൊണ്ടുവരിക, ചീത്ത വർത്തമാനങ്ങൾ, നെഗറ്റിവിറ്റി. അതായത് പറഞ്ഞിരുന്നത് സ്വാലിഹീങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, എപ്പോഴാണെങ്കിലും ഉറക്കം തൂക്കിയിട്ടാണ്. അവൻ ചോദിക്കുക ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഒരു അറബി നാട്ടുകാരനാണ്, അറിയാം, താഴ്ബാൻ, എന്നും താഴ്ബാനും എന്നും നഴ്സാനും, എപ്പോഴും ഉറക്കും ക്ഷീണം തന്നെ. രാത്രി ഉറങ്ങൂല, ഫുട്ബോൾ കണ്ടിരിക്കല പരിപാടി. പിന്നെ എങ്ങനെ സ്കൂളിൽ നിന്നാൽ പഠിപ്പിക്കാൻ പറ്റുമോ?
അപ്പോൾ എപ്പോഴും കാണും ഞാൻ പറയും, പൊന്നു ചങ്ങാതി, ഒരു ദിവസമെങ്കിലും ഈ താഴ്ബാനല്ല ഞാൻ ഭയങ്കര ഉന്മേഷം ഉണ്ടെന്ന് പറയും. കേൾക്കാൻ നമുക്കെങ്കിലും ഒരു ഉന്മേഷം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2-3 ആളുകൾ രാവിലെ ചെന്നാലൊരു ചായ കുടിച്ചിരിക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ താഴ്ബാൻ. ചില ആളുകൾ അങ്ങനെയാണ്, എപ്പോഴും നെഗറ്റീവ് എനർജി തരുള്ളൂ. നേരെ മറിച്ച് ഇന്ന് അൽഹംദുലില്ലാഹ് പുറത്ത് കണ്ടോ എന്ത് വെളിച്ചല്ലേ, ആകാശത്തിന് എന്ത് തെളിമ, ഇന്ന് ചെറിയ ചാറ്റൽ മഴയുണ്ട്, എന്ത് തണുപ്പല്ലേ, ഇന്ന് എന്ത് സുഖം, എന്ത് ചൂടായിരുന്നു, ഇന്ന് നല്ല മാറ്റമുണ്ടല്ലേ, കാലാവസ്ഥ ഉഷാറായല്ലോ എന്ന് പറഞ്ഞു കേൾക്കല്ലേ നമുക്ക് സന്തോഷം നൽകുന്നത്. നേരെ മറിച്ച് മഴക്കാറ് കണ്ടിട്ടേ എന്തോ ഒരു സങ്കടം പോലെ, ഈ ചൂടൊക്കെ അനുഭവിച്ച് നിൽക്കുമ്പോൾ മഴ പെയ്യല്ലേ വേണ്ടത്. അപ്പോൾ ഒരു ശുഭ വാർത്ത നൽകേണ്ടതിന് പകരം ഒരു നെഗറ്റീവ്. ചില ആൾക്കാർ എന്തിലും അങ്ങനെയാണ്. ഒരു ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടായാൽ അങ്ങനെയല്ലേ പറയാ, അതിൽ 1/2 ഗ്ലാസ് കാലിയാട്ടാ. നല്ല മനുഷ്യരെന്ത് പറയും, 1/2 ഗ്ലാസ് വെള്ളമുണ്ട്. അല്ലാത്ത എന്ത് പറയും, 1/2 ഗ്ലാസ് കാലില്ലേ, പകുതിയല്ലേ തന്നിട്ടുള്ളൂ. വീട്ടുകാർക്ക് അതിഥികളായി വരുന്നവർക്ക് ചായ കൊടുത്താൽ കംപ്ലൈൻറ്റ് വരും ചിലപ്പോൾ, ചെറിയ ഗ്ലാസ്സിലാണ് തന്നത്, ആ ഗ്ലാസ്സിൽ തന്നെ പകുതി തന്നിട്ടുള്ളൂ, ഇതൊന്നും വലിയ മുന്തിയ മുതലല്ല, എത്ര കുടിച്ചാൽ തന്നെ മതി എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ആ കാര്യത്തിലൊരു നെഗറ്റിവിറ്റി കണ്ടെത്തും, അതിലൊരു കുഴപ്പം കണ്ടെത്തും. ഇത് മനുഷ്യരിൽ ചില ആളുകളുടെ രജുലുസൂ, മോശപ്പെട്ടവരുടെ അടയാളമാണ്. അത് ചെയ്യരുത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. ഏതിലും പോസിറ്റിവിറ്റി കാണണം. ഒരു ഭക്ഷണം ഉണ്ടെന്ന് വിചാരിക്കാം, ഈ പെണ്ണുങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നറിയോ. നമുക്ക് പോയിട്ട് വിളമ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോരാൻ പറ്റും. അപ്പോൾ അതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു മുള്ളു കുടുങ്ങിയിട്ടുണ്ടാവും, എന്തെങ്കിലും ചെറിയ ഒരു കമ്പ് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമ്മൾ ദേഷ്യം, അവർ എത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത് കഴുകണം, അതിൻ്റെയൊക്കെ കുട്ടികൾ അവിടെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും, അവരൊന്ന് കൊണ്ടുപോയി കുളിപ്പിക്കണം, അപ്പോഴേക്ക് സ്കൂളിൽ നിന്ന് ബസ് വരാനായി, ഇതിനിടയ്ക്ക് കുറേ ഫോൺ കോളുകൾ വരുന്നു, ഇതിനിടയ്ക്ക് പല ആളുകളെ സ്വീകരിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടായി ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ച് അതിലെ പോസിറ്റീവുകളൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ പറയാം, പിന്നെ ശ്രദ്ധിക്കണേ അതിൽ ഇങ്ങനെ വിഷയം ഉണ്ടായിരുന്നിട്ടാ, ബാക്കിയൊക്കെ ശരിയായിരുന്നു, ബാക്കിയൊക്കെ റാഹത്താ, നല്ല ടേസ്റ്റ് ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നൊക്കെ പറയാം. ആദ്യമേ നെഗറ്റീവ് പറയാം. ചില ആളുകൾ മുഖത്തടിച്ച് പറയും. ചില ആൾ, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അടിയന്തരമായിട്ട് നിർത്തിയേ പറ്റൂ. അത് ആ സ്വഭാവം തിരുത്താനാണ് ഈ ഹദീസൊക്കെ പറഞ്ഞിരുന്നത്. എൻ്റെ സ്വഭാവം അങ്ങനെയാന്ന് പറയരുത്, ആ സ്വഭാവം തിരുത്തണം. മുഅ്മിനീങ്ങളായ ആളുകളോട് ഹസ്സിനു അഖ്ലാഖക്കും, നിങ്ങളുടെ സ്വഭാവം നന്നാക്കണമെന്ന് നബി തങ്ങൾ പറയാൻ കാരണം സ്വഭാവങ്ങൾ നന്നാക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ഹദീസ് പണ്ഡിതന്മാർ പറയാം, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. ശറഅല്ലേ ഇത്, ദീനിൻ്റെ ഒരു നിയമം മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറയില്ല. അപ്പോൾ ചില എടുത്തുചാട്ടക്കാർ, മൂക്കത്ത് ശുണ്ഠിയുള്ളവർ, പെട്ടെന്ന് എടുത്തുചാടുന്നവർ, ആ സ്വഭാവങ്ങൾ അടിയന്തരമായി മാറ്റണം. അത് സജ്ജനങ്ങളുടെ സ്വഭാവമല്ല. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശ്ശിറൂ വലാ തുനഫിറൂ, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഹബീബ് പഠിപ്പിച്ചു തരുന്ന ചില നിർദ്ദേശങ്ങൾ. ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷം നൽകണമേ, വെറുപ്പിക്കരുതേ. വലാ തുനഫിറൂ, വെറുപ്പിക്കരുത്. ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഒരുത്തെ വെറുപ്പിക്കാൻ നിന്നാൽ എല്ലാവരും ഗെറ്റ് ഔട്ട് അടിച്ച് പോകും അല്ലേ. വെറുപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുക, അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആ തരത്തിൽ പെരുമാറുക, അത്തരത്തിലുള്ള മറുപടി കൊടുക്കുക. ഒരാൾ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. സംഭവം അവിടെ ഒരു ഡിജിറ്റൽ നൃത്തം അവിടെ നിൽക്കണുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ലെഫ്റ്റ് അടിച്ച് പോരും മനുഷ്യന്മാർ. എന്തേ സഹിക്കാൻ പറ്റണില്ല. മനുഷ്യർക്കിടയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ സന്തോഷം നൽകണമേ. സന്തോഷം, ഒരു കാര്യം പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കത് സന്തോഷം ഉണ്ടാവോ ഇല്ലേ? പറയുന്ന ആൾക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും ഒരാളെ വെറുപ്പിക്കുന്നത്, പക്ഷെ കേൾക്കുന്ന ആൾക്ക് സന്തോഷമുണ്ടോ ഇല്ലേ? ഇതാണ് മുഅ്മിനീങ്ങൾ നോക്കേണ്ടത്. ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ എന്ത് ചെയ്ത് വെറുപ്പിക്കരുത്, വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. വയസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ. വലാ തുഅസ്സിറൂ, ബുദ്ധിമുട്ടാക്കരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് എന്ന് പറഞ്ഞാൽ വേ നിർത്തണം. നിർത്തന്നെയാണ്, സമയം 12 മണി കഴിഞ്ഞു. യസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമാക്കണേ, ജനങ്ങൾക്ക് പ്രയാസമാക്കരുത്. നിങ്ങൾ പ്രയാസമാവണ്ട. എന്തായാലും ഞാൻ നിർത്തുകയാണ്. ഉമ്മ ലൈവ് കേൾക്കുന്നുണ്ടാവും. ഉമ്മ പറയും പിന്നെ എന്തിനാ നീട്ടിക്കൊണ്ടേന്ന് ചോദിക്കും. അപ്പോൾ സമയമായി കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ യസ്സിറൂ വലാ തുഅസ്സിറൂ ബശ്ശിറൂ വലാ തുനഫിറൂ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽആഖിറഹ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സത്യവിശ്വാസികൾക്കിടയിൽ നല്ലതല്ലാത്ത മോശപ്പെട്ട വാർത്തകൾ പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഖുർആൻ പറയാം,
ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നത്, മനസ്സിനെ വേദനിപ്പിക്കുന്നത്, നാണക്കേടുണ്ടാക്കുന്നത് അത്തരം ന്യൂസുകൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഏതോ ഒരുത്തൻ ഖുർആനെ അവമതിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അവന് ഭ്രാന്താണ്. എന്ത് ചെയ്യും? ഭ്രാന്ത് പിടിച്ചിട്ട് അവനെന്തോ അബ്നോർമലാണ്. നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്യുക. ഇത് പിശാച് ഉദ്ദേശിക്കുന്ന പണി തന്നെ അതാണ്. അള്ളാഹുവിൻ്റെ കലാമിന് അതിന് തക്കതായ ശിക്ഷ അള്ളാഹു കൊടുക്കും, ഒരു സംശയമില്ല. അവന് ബോധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കലഹമാണത്. പക്ഷേ നമ്മളുണ്ടല്ലോ ഈ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പൊക്കെ തട്ടി കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെയോ നിബിധങ്ങളെയോ ഇസ്ലാമിൻ്റെ ഷാറുകളെയോ അപമാനിക്കുന്ന ഒരു സംഗതി ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ അവരാഗ്രഹിക്കുന്ന എന്താ? ഇതെല്ലാവരുടെ കയ്യിലും എത്തണം എന്നാണ്, മുസ്ലിങ്ങൾ കാണണം. നമ്മളാണ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട്. എന്ത് കാര്യം? ആ കിട്ടുന്ന മുറക്ക് തന്നെ ബിന്നിലേക്ക്, വേസ്റ്റ് ബിന്നിലേക്ക് തട്ടുക എന്നല്ലാണ്ട് ഡിലീറ്റ്, ഡസ്റ്റ്ബിന്നിൽ വരെ ഡിലീറ്റ് ചെയ്യണതൊക്കെ നമ്മളതിന് പകരം ഫോർവേഡ് ചെയ്യും. പിശാച് ഉദ്ദേശിക്കുന്ന അതാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ മോശപ്പെട്ട വാർത്തകൾ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. പ്രചരിപ്പിക്കുന്നവരെ പറ്റില്ല പറഞ്ഞു, ആഗ്രഹിക്കുന്നവർക്ക് ശിക്ഷ ഇങ്ങനെയാണ്. അപ്പോൾ പ്രചരിപ്പിക്കുന്നവർക്ക് എന്തായിരിക്കും? അങ്ങനെ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ-ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു. ഇനി കാണേണ്ട അവസ്ഥയുള്ളൂ, കാണേണ്ടത് കാത്തിരുന്നാൽ മതി. ഫിദ്ദുനിയാ വൽ-ആഖിറ അദാബുൻ അലീം, വേദനയുള്ള ശിക്ഷ. ചിലപ്പോൾ അല്ലാഹു അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷ. പല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കും. അതിനൊക്കെ അവിടെ അർത്ഥങ്ങൾ വ്യത്യാസമാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അതാരാണ് എന്ന് അള്ളാഹ്ക്കറിയാം, നിങ്ങൾക്കറിയൂല. അയാളുടെ ഐഡിയ എന്താ? നിങ്ങളുടെ ഏത് നാഷണാലിറ്റിക്കാരനാ? എവിടുന്നാ ഇത് ചെയ്തത്? ആരായി വീഡിയോ എടുത്തത്? ആരാണിത് കൊണ്ടുപോയി കൊടുത്തത്? എന്തിനാളിത് ചെയ്തു? ഇതൊക്കെ വല്ലാഹു യഅലം, അള്ളാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കത് അറിയില്ല. പക്ഷെ അള്ളാഹുവിനതറിയാം. പടച്ച തമ്പുരാൻ അത് പിടിക്കും. അങ്ങനെ മോശപ്പെട്ടത് പ്രചരിപ്പിക്കരുത്. അത് സജ്ജനങ്ങളുടെ സ്വഭാവമല്ല. മുഅ്മിനീങ്ങൾക്ക് വേദന ഉണ്ടാവില്ലേ? വിഷമുണ്ടാവുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഏറ്റെടുക്കരുത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ, അത്തരം വിഷയങ്ങളിൽ സംഭവിക്കരുത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുണ്യനബി തങ്ങളുടെ ഒരു ദുആ കൂടെ, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇദാ അസാഉ ഇസ്തഗ്ഫറു വഇദാ അഹ്സനു ഇസ്തബ്ശറു. അല്ലാഹുവേ, നീ എന്നെ ചില ആളുകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കണം. അവരെന്താ ചെയ്യുക? ഇദാ അസാഉ ഇസ്തഗ്ഫറു, അവരിൽ നിന്നൊരു തിന്മ സംഭവിച്ചു പോയാൽ അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കും. വഇദാ അഹ്സനു ഇസ്തബ്ശറു, അവരൊരു നന്മ ചെയ്താൽ അവർ സന്തോഷിക്കും. നന്മ ചെയ്യുമ്പോൾ സന്തോഷിക്കുക. തിന്മ സംഭവിച്ചു പോയാൽ മനസ്സുകൊണ്ട് വേദനിക്കുക, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. ആ ഒരു ക്വാളിറ്റി സജ്ജനങ്ങളുടേതാണ്. മൻ സാഅതുഹു സയ്യിഅതുഹു വഹസനതുഹു ഹസനാതു, മൻ സറതുഹു ഹസനാതു വസാഅതുഹു സയ്യിആതു ഫദാലികൽ മുഅ്മിൻ. നമ്മൾ ചെയ്യുന്ന നന്മ കൊണ്ട് നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തിന്മ കൊണ്ട് നമുക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അങ്ങനെയാണ്. ചില തെറ്റുകൾ സംഭവിച്ചു പോകും. ചെറുപ്പക്കാരികളാണ്, ആണുങ്ങളാണ്, വിദ്യാർത്ഥിനികളാണ്, തെറ്റുകൾ സംഭവിച്ചു പോകുന്നു. പക്ഷേ അതിൽ ഖേദം വേണം, സങ്കടം വേണം. നമ്മുടെ തെറ്റുകളിൽ ദുഃഖിക്കുന്നതും സങ്കടപ്പെട്ട് മനസ്സ് വേദനിക്കുന്നതും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതും, നന്മ ചെയ്തു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നതും ഈമാനിൻ്റെ അടയാളമാണ്. അത്തരം ആളുകളിൽ അള്ളാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തി തരയണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്.